നമുക്ക് എന്നാ പിന്നെ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഡയറി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഫുഡ് ഡയറി സെഷനിലേക്ക് സ്വാഗതം. എപ്പോഴും പറയുന്നത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഡിഷസ് നമുക്കായിട്ട് എങ്ങനെ കാത്തിരിക്കുകയാണ് ഇന്നും. അപ്പൊ എന്തൊക്കെയാണ്, എത്രത്തോളം എളുപ്പമുള്ളതാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഒരുപാട് നല്ല നല്ല ഡിഷുകൾ കാണാമെന്ന പ്രതീക്ഷയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ഡിഷ് പ്രസന്റ് ചെയ്യാൻ വരുന്നത് ആരാണ്? തുളസി കൃഷ്ണൻ ആന്റി ആണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഡയറീസിന്റെ ഫസ്റ്റ് ഡിഷ് പ്രസന്റേഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഹലോ തുളസി ആന്റി. ഹലോ. കുറെ നാളായി ഫുഡ് ഡയറീസിൽ കണ്ടിട്ട്, അല്ല ഡിഷ് പ്രസന്റ് ചെയ്യാൻ കണ്ടിട്ട്. ഇല്ല, ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഓണ സമയത്തുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു. അനുഭവമില്ലായിരുന്നു തോന്നുന്നു. ഞാനുണ്ടായിരുന്നു അന്ന്. എനിക്കൊന്ന് സ്നേഹമായിരുന്നു തോന്നെടുത്ത്. ഞാനിന്ന് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓക്കെ, കുറച്ച് നാടൻ വിഭവങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി. ഒരു ഷോർട്ട് നോട്ടീസ് ആണ് ഇന്നലെ കിട്ടുന്നത്, രാവിലെയാണ് പറഞ്ഞത്. അപ്പൊ വീട്ടിലുള്ള സാധനങ്ങൾ ഒത്തുകൊണ്ടിച്ച് ഞാൻ തട്ടിക്കൂട്ടിയതാണ്. അപ്പൊ നമുക്ക് അതുമായിട്ട് തുടങ്ങാം. രണ്ടു മൂന്ന് സാധനങ്ങൾ നമ്മളെ കോറ, അതായത് റാഗി എന്ന് പറയുന്ന സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി 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 ഗുണമുള്ളത് കൊണ്ടാണ് അതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഒരട ഉണ്ടാക്കി, ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്മൂത്തിന്നോ മുറിക്കുന്നോ എന്ത് വേണിച്ചാ പറയാം. അരുണിമ, അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം, എന്നിട്ട് പറയാം അതിനെ കുറിച്ചല്ലേ? ഓക്കെ ആന്റി, അങ്ങനെ ചെയ്യാം. ഓണാവുന്നില്ലല്ലോ എന്റെ ക്യാമറ. ആന്റി മുകളില് ഓക്കെ. അയ്യോ, ഒറ്റ തവണ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു രണ്ടു തവണ ക്ലിക്ക് ചെയ്താൽ പോവും. ആഹാ, നിറയെ സാധനങ്ങൾ ഉണ്ടല്ലോ, ടേബിള് നിറയെ ഡിഷസ്. കണ്ടോ? കാണാം, അങ്ങനെ തന്നെ വെച്ചോളൂ ആന്റി. ഇതാണ് റാഗി കൊണ്ടുള്ള അട. ഹാ, ഇത് രേത്തപ്പഴം കൊണ്ടുള്ള ഒരു വിഭവമാണ്. ആ, പിന്നെ ഇത് വട്ടയപ്പം, നമ്മുടെ തനി അമ്മമാരുടെ ഒക്കെ പലഹാരമാണ്. അതിനകത്ത് കുറച്ച് റാഗി ഉണ്ട്. പിന്നെ ഇത് റാഗി കൊണ്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഗ്ലാസ്സിനകത്ത് വെച്ചിരിക്കുന്നത്. 2 ഗ്ലാസ്സില് ചെറിയ ഗ്ലാസ് ഉള്ളൂ, ജസ്റ്റ് ഒരു. ഓക്കെ. റാഗി, ക്യാരറ്റ്, പാല് ഒക്കെ ഉണ്ടാക്കിയൊരു രാവിലെ കഴിച്ചാൽ വളരെ ഫില്ലിംഗ് ആണത്. ഒരു പക്ഷേ എല്ലാവരും പലരും ഉണ്ടാക്കിയ സാധനമായിരിക്കാം, ഞാൻ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കുക. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, അത്ര മാത്രം. പല്ലി പറയട്ടെ? ഓക്കെ. മാറുന്നില്ല ക്യാമറ. മാറിയല്ലോ. ഇപ്പൊ മാറി. ഇത് ആദ്യം അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഒരു 1.5 കപ്പ് അരിയുടെ പൗഡർ എടുത്തു. പിന്നെ ഒരു ഏത്തപ്പഴം, ഒരു കപ്പ് തേങ്ങയുടെ കൂടെ 2 ഏലക്ക, ജീരകം, പിന്നെ ശർക്കര ഉരുക്കിയത്. ഇതാണ് ഇതിന്റെ സാധനങ്ങൾ. ആദ്യം ഒരു ചെറിയ സ്പൂൺ നെയ്ക്കകത്ത് ഏത്തപ്പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞൊന്ന് വഴറ്റി. അത് വഴന്നു വന്നപ്പോഴേക്കും അതിനകത്ത് നമ്മൾ ഈ ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കുന്നു. അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും ആ കൂടെ നമ്മൾ തേങ്ങ പൊടിച്ചത്, തേങ്ങയും ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചത് ചേർക്കുന്നു. അതൊന്ന് ഇളക്കിയിട്ട്, 1 മിനിറ്റ് അല്ല, ഓരോ മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അതിന്റെ കൂടേക്ക് നമ്മൾ ഈ പൊടി, റാഗിയുടെ പൊടിയും കൂടെ ചേർക്കും. ചെറിയ തീ വെച്ചിട്ട് മതി, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പൊ അതൊന്ന് കുറുകി നല്ലൊരു മാവിന്റെ പരുവത്തിൽ വരും. വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അതിന് ഉണ്ടോ അവിടെ? അതോ പോയോ? ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഈ മാവ് നമ്മുടെ വഴനയില എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. വഴനയില മറ്റേ മനസ്സിലായി, വീട്ടിലുണ്ടാക്കുന്ന എടനയിലാന്നും പറയും, വഴനയിലാന്ന് പറയും. എടനയിലാണ്. അത് നല്ല വാസനയും അതിനകത്ത് ഉണ്ടാക്കാനാണ് എന്റെ ആവേശം. അതുകൊണ്ടാണ് ഈ അട ഉണ്ടാക്കിക്കൊണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അതുകൊണ്ട്
ആ അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇതാക്കിയിട്ട് മടക്കി എടുത്തിട്ട് കുമ്പിളാക്കിയിട്ട് അതിനെ കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നില്ലേ, ചക്ക ഉണ്ടാക്കുന്നില്ലേ, ആ ചക്ക സെയിം കുമ്പിളപ്പം അതേ സാധനം തന്നെ. ചക്കയ്ക്ക് പകരം നമ്മൾ പഴം ഉപയോഗിക്കുന്നു, അരിക്ക് പകരം ഈ റാഗി ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ വ്യത്യാസം. അത് കുത്തി ഓക്കെ. വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക, ഒരു അരമണിക്കൂർ സ്റ്റീം ചെയ്താൽ മതി. അപ്പൊ ആ അതായി വരുന്നു. അങ്ങനെ നമ്മുടെ അടയായി. പിന്നെ റാഗി കൊണ്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയത്, ഒരു ഒരു ടേബിൾ സ്പൂൺ റാഗി കുറുക്കിയെടുക്കുക. ഉം. ഒരു മുഴുത്ത ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക, ചിരണ്ടിയിട്ട് ആ നന്നായി വട്ടത്തിലരിഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കുക. ആ അതിന്റെ കൂടെ കാച്ചിയ പാല് വേണം. ഉം. അപ്പൊ ഈ ഒരു മിക്സിക്കകത്തേക്ക് നമ്മൾ കുറുക്കിയ റാഗി, ആ ക്യാരറ്റ് വേവിച്ചത്, ഉം. പിന്നെ 2 ഏലക്ക, സ്വല്പം ഒരു തുള്ളി നെയ്യ് വേണേ ഒഴിക്കാം. പിന്നെ ഏലക്ക ഇട്ടു, ഒരു സ്വല്പം പഞ്ചസാര ഇട്ടു. പഞ്ചസാരക്ക് ഡിഫറെന്റ് ആയിട്ട് ശർക്കര വേണേ ഉപയോഗിക്കാം, തേൻ വേണേ ഉപയോഗിക്കാം. ആ പാലൊഴിക്കാം, കുറച്ച് പാലൊഴിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഉം. പിന്നെ ഏലക്കയ്ക്ക് പകരം ഹോർലിക്സ് വേണേ ഉപയോഗിക്കാം. നിങ്ങൾ എന്താ വീട്ടിൽ കഴിക്കുന്ന ബൂസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങൾ വേണം, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ഏലക്ക ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ഉം. ഞാൻ അതാണ് ഏലക്ക. ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഉം. റാഗി കുറുക്കിയത്, ഒരു ക്യാരറ്റ്, 2 ഏലക്ക, സ്വല്പം പഞ്ചസാര, പാല്, ഇതെല്ലാം കൂടിയാണ് അടിച്ചെടുത്തത്. അതാണ് ആ ഗ്ലാസ്സിനകത്തുള്ളത്. ഓക്കെ. ജ്യൂസ് വഴി. അതെ. അത് കഴിഞ്ഞ് ഉം. അടുത്തത് എടുത്ത ഇതിന്റെ വട്ടയപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതെ ഞാനൊന്നൊരു അതെ. പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോയെന്ന് മാത്രം. വല്യമ്മച്ചിയും മുത്തശ്ശിയും പണ്ടത്തെ കാലത്ത് വലിയ പലഹാരമായിരുന്നു അത്. പെണ്ണുങ്ങളൊക്കെ ആയി കഴിഞ്ഞാല് ഇതും കൊണ്ടൊക്കെയാണ് കാണാൻ പോകുക. ഇന്നത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കൊച്ചുനാളത്തെ ഓർമ്മയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ആ ഇതിങ്ങനെ വെളുപ്പിനെ ഇത് ഉണ്ടാക്കുക, വെക്കുക, ഒരു വലിയ പ്ലേറ്റ് കല്യാണത്തിനകത്ത് ഉണ്ടാക്കുക, തട്ടങ്ങളിനകത്ത് ഉണ്ടാക്കുക. വലിയ വലിയ അപ്പങ്ങളായിരിക്കും. ഇപ്പൊ രാവിലെ എണീറ്റ് വരുമ്പോഴേ ഇതായിരിക്കും കണി കാണുന്നത്. ഭയങ്കര സന്തോഷമാണ്. ആ ഇപ്പൊ ഞാനിപ്പം എന്റെ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഉണ്ടാക്കി, എന്നിട്ട് അത് മുറിച്ചെടുത്തു. അതുണ്ടാക്കുന്നത് പിന്നെ ഞാനൊരു കപ്പ് അരിപ്പൊടി, അതിന്റെ കൂടെ കുറച്ച് അരക്കപ്പ് ഈ റാഗിയുടെ പൊടി ചേർത്തു, ഒരുണ്ട ശർക്കര ഉരുക്കി ഒഴിച്ചു, ഒരു മുറി തേങ്ങ ചേർത്തു. ഇന്നലെ പെട്ടെന്ന് നോക്കിച്ചു വന്നു. അപ്പൊ കുറച്ച് പാലപ്പത്തിന്റെ മാവ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, പുളിച്ച മാവ്. ആ അതിനകത്തേക്ക് ഇതെല്ലാം കൂടെ കലക്കി വെച്ചു. അപ്പൊ അത് വൈകുന്നേരം ആയപ്പോഴേക്കും ശരിക്കും പൊങ്ങി വന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ഒഴിച്ച് വെച്ചു, ഒരു 20 മിനിറ്റ് വേവിച്ചു. അങ്ങനെ എന്റെ വട്ടയപ്പം രാവിലെ ആയപ്പോ അത് റെഡിയായി. അടിപൊളി. അങ്ങനെ അത് മുറിച്ചു വെച്ചു. പിന്നെ ഓ, ആ അടുത്ത വിഭവം ഈ ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആ അതിനകത്ത് കുറച്ചൊരു ബ്രെഡ് ചേർത്തിട്ടുണ്ട്. ബ്രെഡിന് പകരം ഈ റാഗി ചേർക്കാമായിരുന്നു, പക്ഷെ തീർന്നു പോയി. എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി വന്നപ്പോ റാഗി തീർന്നു. ആ കട്ട്ലറ്റ് പോലെ അത്. എന്ത് പേരേണ്ടി? കട്ട്ലറ്റ്. വേറെ അങ്ങനെ ഇഷ്ടമുള്ള പേര് വിളിക്കാം. ആ ഏത്തപ്പഴവും ബ്രെഡും പിന്നെ പഞ്ചസാര, തേങ്ങ, ഇതൊക്കെയാണ് ഉം. അതിനകത്ത്. ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തു, ആ ഏത്തപ്പഴം ഒന്ന് അരച്ചെടുത്തു. പഴുത്ത ഉം. പഴമാണെങ്കിൽ നമുക്ക് അത്ര പഴുത്ത പഴമായിരുന്നില്ല. പഴം ഒന്ന് അരച്ചെടുത്തു. അതിന്റെ കൂടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തു. സെയിം തിങ്, സ്വല്പം ഏലക്ക, ജീരകം, അതൊക്കെ കൂടെ ചേർത്ത് നല്ലൊരു മാവ് പോലെ നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവിന്റെ പരുവത്തിലാക്കി. പിന്നെ ഏത് ഷേപ്പിലും നമുക്ക് ഉരുട്ടിയെടുക്കാം. പരത്തണോ, ഉരുട്ടണോ, വെറുതെ ഇടണോ, എങ്ങനെ വേണിച്ചാൽ ഇടാം. ഞാനിപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയതേ ഉള്ളൂ. അതാണ് ആ ഷേപ്പിൽ, കട്ട്ലറ്റിന്റെ ഷേപ്പിൽ കാണുന്നത്. ഉം. അടിപൊളി. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി എല്ലാം ഒന്ന് ക്ലോസപ്പിൽ കണ്ടിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട്, അതെ എല്ലാം അതെ ക്ലോസപ്പിൽ കാണാം. ഈ റാഗിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അതിനകത്ത് വിറ്റാമിൻ സി, ഡി, എല്ലിന് നല്ലത്, പല്ലിന് നല്ലത്, പിന്നെ മുലപ്പാലുണ്ടാകാൻ നല്ലത്. ഇപ്പോഴത്തെ അമ്മമാർക്ക് അത് കഴിച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ യുവത്വം നിലനിർത്താൻ നല്ലതാണ്, അസുഖങ്ങൾ നിർത്താൻ നല്ലതാണ്, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഞാൻ ഇതിനകത്ത് കണ്ടു, ഇന്റർനെറ്റിനകത്ത് കണ്ടു. ഒത്തിരി അത് വായിച്ചാൽ നമ്മൾ തന്നെ അന്തം വിട്ടു. ഇത്രയും നല്ല സാധനമായിരുന്നോ. അതുകൊണ്ട് ദിവസവും ഇതെല്ലാവരും കഴിക്കണം എന്നാണ്. അറ്റ്ലീസ്റ്റ് ഇത് വെറുതെ കുറുക്കിയെടുത്താൽ മതി. കുറച്ച് പാല് ഒഴിച്ച് കുറുക്കി വേണേൽ ഒരു സ്വല്പം പഞ്ചസാര, ഒരു തുള്ളി നെയ്യും ചേർത്ത്, ഒരു ജാതിക്കയുടെ ഒരു സൂത്രം, നല്ല ഫ്ലേവറാ ജാതിക്കയുടെ ചേർത്താലും. ഒന്ന് ചിരകിയിട്ടാൽ മതി. അത് വെറുതെ ഇത്രയൊന്നും വിസ്തരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം.
അപ്പൊ വയസ്സായ ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ല ഇവിടെ ഞങ്ങള് മിക്കവാറും ദിവസങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇത്. ക്യാരറ്റ് ചേർത്ത് നോക്കിയപ്പോ ഒന്നുകൂടെ അത് ടേസ്റ്റി ആയിട്ട് തോന്നി. ആ നന്നാണ് നന്നാണ് ഓക്കെ, താങ്ക് യു തുളസി ആന്റി. നല്ല ഡിഷുകളായിരുന്നു. ഒരുപാട് ഇപ്പൊ പെട്ടെന്നാണ് തയ്യാറാക്കി എന്ന് പറഞ്ഞാലും എല്ലാ തരത്തിലുമുള്ള ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആന്റി. പല പല വെറൈറ്റി സംഭവങ്ങളും, ജ്യൂസ് വിത്ത് ജ്യൂസും കട്ട്ലറ്റും ഒക്കെ തയ്യാറാക്കി. അപ്പൊ എന്തായാലും താങ്ക് യു തുളസി ആന്റി, താങ്ക് യു ഫോർ ദ ഡിഷസ് ആന്റി. എന്തായാലും ഇനി നമുക്കൊന്ന് ക്ലോസപ്പിൽ കണ്ടിട്ട് ആരാണ് ടേസ്റ്റ് ചെയ്യാൻ വരുന്നത് എല്ലാ ഡിഷുകളും? ഓക്കെ കാണിക്കാം. ആരെ ടേസ്റ്റ് ചെയ്യാൻ വരണേ ആന്റി? ഇവിടെ അങ്കിളേ ഉള്ളു, വേറെ ആരാ ഉള്ളത്? ഓക്കെ, അപ്പൊ അങ്കിൾ എന്നാല് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാൻ വരട്ടെ. അങ്കിൾ ഈ ഡ്രിങ്ക് ഒക്കെ രാവിലെ കുടിച്ചു, എടുക്കാതിരിക്കുകയാണ്. ഹലോ അങ്കിൾ, ഹായ്. വരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ മാറ്റട്ടെ. ആ അടാ, ഇത് അടാ, ആ ഇത് കട്ട്ലറ്റ്, ഏത്തപ്പഴം കട്ട്ലറ്റ്, വട്ടയപ്പം, ഇത് വട്ടയപ്പം, ഇത് നമ്മുടെ റാഗി ജ്യൂസ്. ഡ്രിങ്ക്. ജ്യൂസോ സ്മൂത്തിയോ ഡ്രിങ്കോ എന്ത് വേണിച്ചാ പറഞ്ഞു, റാഗി കുറിക്കുന്നോ അതൊക്കെ നമ്മളെ സൗകര്യം പോലെ ഇട്ടോളുക. പിന്നെ ഇപ്പൊ സ്മൂത്തി എന്നൊക്കെയുള്ള ഓമന പേരിലാണ് എല്ലാരും പറയുന്നത്. അതെ അതെ. പണ്ടിതിന് കുറിക്കതെന്ന് പറയുമായിരുന്നു. ഓക്കെ, ഒരു അപ്പൊ മിനിറ്റ് അങ്കിളിനെ കാണുന്നില്ല ടേസ്റ്റ് ചെയ്യാൻ. മാറ്റാം. Good morning, ladies. ഹലോ അങ്കിൾ, ഹായ്. Good morning. How are you? ഫൈൻ അങ്കിൾ, ഫൈൻ. എന്തായാലും അങ്കിൾ നമ്മുടെ കൂടെ ഫുഡ് ഡയറീസ് എന്തോ. You are doing a wonderful job. I was hearing you. Very good. താങ്ക് യു അങ്കിൾ, താങ്ക് യു. എന്തായാലും വെൽക്കം ടു സീനിയർ സേവ്. നമ്മുടെ കൂടെ ഫുഡ് ഡയറീസിൽ ടേസ്റ്റ് ചെയ്യാൻ ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം. Okay, thank you. ഓക്കെ, അപ്പൊ ഇനി അഭിപ്രായം പറയും. അങ്കിളിനെ രാവിലെ കട്ടിലെ കഴിച്ച അഭിപ്രായം പറയിപ്പിച്ചാ. ആണോ? എങ്ങനെയുണ്ട് അങ്കിളെ കട്ട്ലറ്റ്? Excellent. Very good. വെരി ഗുഡ്. ഓക്കെ, അതാ കഴിക്കുന്ന ആ ഒരു ഇഷ്ടത്തോടെ കഴിക്കുന്ന കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി അടുത്തത്. അങ്കിളിന് ഈ മധുര സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് സംഗതി. ഫ്രൈഡ് മധുര സാധനങ്ങള്, പായസം. ഓ, നല്ല രസം, നല്ല കളറ്, അടിപൊളി. അനുപമയ്ക്ക് പുതിയാതുണ്ടോ കണ്ടിട്ട്? പിടിച്ച് പിന്നില്ലേ, കണ്ടിട്ട് കഴിക്കാൻ തന്നെ തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ടെങ്കിൽ നല്ല രസമുണ്ട്, നല്ല ഷേപ്പ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഒരു കോൺ പോലെയല്ലേ? കോൺ പോലെ, അടിപൊളി. അതെങ്ങനെയുണ്ടെങ്കിലേ? Very good. വെരി ഗുഡ്. ഇങ്ങോട്ട് വരൂ കേട്ടോ. ഇവിടെ ഉത്സവത്തിന് ഞാൻ ഉണ്ടാവും. ഏറ്റുമാനമ്പലത്തിൽ തൊഴാൻ വരുന്നെങ്കിൽ വരിക. അപ്പം നമുക്ക് കടയൊക്കെ ഉണ്ടാക്കിയാ വെച്ച്. ഉറപ്പായിട്ട് നോക്കട്ടെ, ട്രൈ ചെയ്യാം. എറണാകുളത്തല്ലേ? അതെ, എറണാകുളത്തുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ പറ്റും. നോക്കട്ടെ ആന്റി. ഓക്കെ, അടുത്ത ജ്യൂസും വട്ടയപ്പവും ഞങ്ങള് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ജ്യൂസ് അങ്കിള് രാവിലെ ജ്യൂസൊക്കെ കഴിച്ചതാണ്. ജ്യൂസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ്, അടിപൊളി. ഹെൽത്തി, വളരെ ഹെൽത്തി ജ്യൂസാണ്. ൊക്കെ ഒത്തിരി നല്ലതാ കേട്ടോ. അതെ, വട്ടയപ്പം പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ, ഒരു ഒത്തന്റിക് സംഭവം. അതെ, Okay. എല്ലാം അടിപൊളി. ഓക്കെ, താങ്ക് യു അങ്കിൾ, താങ്ക് യു വെരി മച്ച്. Okay. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു തുളസി ആന്റി. നല്ല ഡിഷുകളായിരുന്നു, നല്ല ഒത്തന്റിക് ആയിട്ടുള്ള, നല്ല കാണാനാണെങ്കിലും എന്താ ഹെൽത്തിന്റെ കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഡിഷസുകളാണ് ആന്റി നമുക്ക് വേണ്ടി ഇന്ന് പ്രസന്റ് ചെയ്തത്. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു തുളസി ആന്റി, താങ്ക് യു ഫോർ ദി ഡിഷസ് ആന്റി. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പൊ കാണിച്ച ഡിഷുകളിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആന്റിമാർക്കും അങ്കിളുമാർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. അങ്ങനെ ജയ പുത്തേഴം ആന്റി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയ ആന്റി. അരുണിമ, ഞാൻ റെസിപ്പി ഏതായാലും വരുമല്ലോ. റാഗി ആയതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. റാഗി ആകുമ്പോ നമുക്ക് പലതരത്തിൽ കഴിക്കാലോ. പിന്നെ ഒരു ചെറിയ ഡൗട്ട് തോന്നിയതേ, കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കിയപ്പോ വറുത്തെടുത്തല്ലോ. വറുത്തെടുക്കാനാണോ ബ്രെഡ് ക്രംസിൽ മുക്ക് ചെയ്തത്, അതോ ബ്രെഡ് ക്രംസ് കുഴച്ചോ? അവിടെയായിരുന്നു എനിക്കൊരു സംശയം തോന്നിയത്. ഒരു കാര്യം പറഞ്ഞു, കുറച്ച് സേമിയയും കൂടെ ചേർത്തു. ആരോ സംസാരിക്കുന്നു. ബ്രെഡ് ക്രംസും പഴ അരച്ച് ചേർത്തതിന്റെ കൂടെ ആദ്യം ബ്രെഡ് പൊടിച്ചെടുത്തു. പിന്നെ അതിന്റെ കൂടേക്ക് പഴ അരച്ച് ചേർത്തു. അതിന്റെ കൂടെ നമ്മൾ കുറച്ച് വെർമസിലി സേമിയ ചേർത്തിട്ടുണ്ട്. ഞാൻ അത് പറയാൻ വിട്ടുപോയത്.
അതെ അതെ, തേങ്ങ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മുക്കണ്ടേ? എന്തിലെങ്കിലും മുക്കയല്ലേ നമ്മള് വറക്കുള്ളൂ? അല്ല, നേരെ ഒന്നും നോക്കിയിട്ടില്ല. നേരെ എന്റെ കേക്കൂ, ബ്രെഡ് ക്രംസ് പൊടിച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉരുട്ടി അതിന്റെ മുകളിലേക്കാണ് വെച്ചത്. ഡൗട്ട്. ഓക്കെ ഓക്കെ. കോട്ട് ചെയ്തിട്ട് അല്ലാണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകുമല്ലോ, അതൊരു ഡൗട്ട് ആയിരുന്നു എനിക്ക്. സംഭവം ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, വിടുവില്ല. നല്ല ഒരു ഉറപ്പായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ ആ മാവ് ഉണ്ടാക്കുമ്പോ സൂക്ഷിച്ചാൽ മതി, വെള്ളം അത്രേ അധികം ഉള്ളൂ. വേണ്ട. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ സേമിയ ഇട്ടപ്പോ ഒന്ന് മുറുകി കിട്ടിയല്ലോ. എന്തോ സേമിയ വറുത്തിട്ടപ്പോ മുറുകിയും കിട്ടി നല്ലോണം. പക്ഷെ ഞാനിത് മാവ് കുഴച്ച് മുക്കിയിട്ട് കഴിഞ്ഞുണ്ടാകും. നോക്കുമ്പോ സേമിയയുടെ അംശം പോലും അതിനകത്ത് കാണുന്നില്ല. അതൊക്കെ സ്മാഷ് ആയി അതിനകത്ത്. അതായിക്കോളും, വെന്ത് പൊക്കോളും. അങ്ങനെയാ. അതൊക്കെ. പിന്നെ ഓ എന്താ, നമുക്ക് ഷെയ്ക്ക് എന്ന് വിളിക്കാം. അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഷെയ്ക്ക് വളരെ ടേസ്റ്റി, വളരെ ടേസ്റ്റി അത്. ഓ വളരെ ഓക്കെ, സന്തോഷം. താങ്ക് യു ജയാൻഡി, താങ്ക് യു ആന്റി. ഓക്കെ, അടുത്തത് നമ്മുടെ ലത ഉണ്ണി ആന്റി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ലത ആന്റി. ആന്റി മ്യൂട്ടിലാണ് ലത ആന്റി. യെസ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. തുളസി ചേച്ചിയുടെ വീട് എവിടെയാ? ഏറ്റുമാനൂരാണോ? അതെ, വരുന്നോ? ഞാന് വരാറുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിൽ വരാറുണ്ട്. എന്റെ വീട് റാന്നിയാണേ. അതെയോ? പിന്നെ ഏറ്റുമാനൂർ എനിക്ക് കസിൻസ് ഒക്കെ ഉണ്ട്, കോട്ടയത്തും ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മള് എറണാകുളത്തൊക്കെ വരുമ്പോ ഏറ്റുമാനൂർ അമ്പലത്തിൽ ചിലപ്പോ കേറാൻ സമയം ഉണ്ടെങ്കിൽ കയറി, ഇല്ലെങ്കിൽ അവിടെ തൊഴുത് പൈസ ഇട്ടിട്ടാ പോന്നേ. തൊട്ടടുത്ത് അവിടെ ഒന്ന് വിളിച്ചാൽ ഞാൻ കേൾക്കും. അതുപോലത്തെ അടുത്താണ്. പടിഞ്ഞാറേടെ തന്നെയാണ് എന്റെ വീട്. ആ ഗോപുരം ഇല്ലേ, ഗോപുരത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. ഇങ്ങോട്ട് കയറിയ മൂന്നാമത്തെ വീട്. ഇവിടെ തന്നെ കാണാം. ദിവസം ഞാൻ ഓപ്പോസിറ്റ് മുകളിലോട്ട് പോകുന്നു അല്ലേ? ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോ ഏറ്റുമാനൂർ അതുവഴി പോകുമ്പോ എന്റെ ഒരു പിന്നെ ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ഞാൻ മറന്നുപോയി. ഒരു റെയിൽവേ ട്രാക്ക് ഇല്ലേ, അതിന്റെ അടുത്താണ് എന്റെ അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രം. അപ്പൊ അവിടെ അങ്ങനെയും വരാറുണ്ട്. അപ്പൊ എന്തായാലും ഇനി ലത ആന്റി അവിടെ ചെല്ലുമ്പോ തുളസി ആന്റിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ശരിയാ. എന്താ വീട്ടുപേരെന്താ ചേച്ചി? ലക്ഷ്മി മന്ദിരം. എന്റെ അമ്മയുടെ വീട് പേരാണ് ലക്ഷ്മി മന്ദിരം. ഈ റോഡിൽ ഇങ്ങോട്ട് സൈഡിൽ മൂന്നാമത്തെ വീട്. ശരി. ഓക്കെ. ഞങ്ങള് മിക്കവാറും കുമ്പളപ്പവും വട്ടയപ്പവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഈ കുമ്പളപ്പം ഇതായിട്ട് ഞാൻ റാഗി വെച്ച് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം വീട്ടിലൊക്കെ ചക്കപ്പഴം ഇഷ്ടം പോലുണ്ട്. റാഗി അപ്പൊ വറുത്താണോ ചേർക്കുന്നത് ചേച്ചി? വറുത്ത് അല്ല, നമ്മളത് സ്റ്റീം ചെയ്തല്ലേ എടുക്കുന്നേ. അപ്പൊ അത് ശരിക്കും വെന്തോളും, ഒരു പ്രശ്നമില്ല. അല്ല സ്റ്റിക്കി അങ്ങനൊന്നും വരത്തില്ല അല്ലേ വറുത്തില്ലല്ലേ? ഇല്ല, നമ്മളത് കുറുക്കിയല്ലേ എടുക്കുന്നത്. അത് പെട്ടെന്ന് ആ ശർക്കര വെള്ളത്തിനകത്ത് കുറുങ്ങുന്നുണ്ട്. അപ്പൊ മാവ് തിക്കായിട്ട് വരും. എന്നിട്ട് അത് ആ കോഴിനകത്തേക്ക് വെച്ചാൽ വളരെ എളുപ്പമുണ്ട് ഉണ്ടാക്കാനായിട്ട്. എനിക്കിവിടെ ഇതിന്റെ വഴനിലയുടെ അല്ല ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. റാന്നി ഞങ്ങൾക്കും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പണ്ട് തൊട്ടേ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. വട്ടയപ്പവും ഇതെല്ലാം. അതുപോലെ ഏത്തപ്പഴത്തിന്റെ അതിനകത്ത് നമ്മള് ഇതിടുമെന്ന് പറഞ്ഞില്ലേ, സേമിയ. അത് വറുത്ത് നമ്മൾ പൊടിച്ചിടണോ അതോ എങ്ങനെയാ? പാക്കറ്റ് പൊടിച്ച് ജസ്റ്റ് അതിനകത്ത് ഇട്ടു, അത്രേ ഉള്ളൂ. ഇടുവായിരുന്നു. പക്ഷെ അത് സ്മാഷ് ഒന്നും കാണാനില്ല. ഞാൻ ആ മാവ് ഉണ്ടാക്കി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞാ ഉണ്ടാക്കിയത്. നോക്കുമ്പോ അതൊന്നുമില്ല, അതൊക്കെ അതിനകത്ത് അലിഞ്ഞ് ചേർന്നിരിക്കുകയല്ലേ. ശരി. എന്തായാലും ഹെൽത്തി, നല്ല സൂപ്പറായിട്ട് എല്ലാം പറഞ്ഞു. എല്ലാം സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി വരുമ്പോ ഓക്കെ, കാണാം. തീർച്ചയായിട്ടും കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു ലത ഉണ്ണി ആന്റി, താങ്ക് യു ആന്റി. അടുത്ത വസന്തകുമാരി ആന്റി. ഹലോ, നന്നായിട്ടുണ്ട്. എനിക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, എന്താണ് കട്ട്ലറ്റിന്റെ തന്നെയാണ് സേമിയ വെറുതെ എങ്ങനെ ഇടണോ അതോ വെറുതെ ഇടുക ചെയ്ത്? പഴം അരച്ചത്, ബ്രെഡ് പൊടിച്ചത്, സേമിയ, തേങ്ങയുടെ കൂടെ സ്വല്പം ജീരകവും പിന്നെ ഏലക്കയും ഷുഗർ ഉണ്ടോ? ഒന്ന് കുഴച്ചെടുക്കും, അത്രേ ഉള്ളൂ. പഴത്തിന് അതെ. പിന്നെ പഞ്ചസാരക്ക് സ്വല്പം പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. ശർക്കര വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അഥവാ ഇനി മാവ് പക്ഷെ വളരെ സോഫ്റ്റ് മാവാണ് എനിക്ക് കിട്ടിയത്. ഈ തിക്കായിട്ടാണ് നോക്കുകയാണെങ്കിൽ സ്വല്പം പാലും കൂടെ ചേർത്താൽ മതി. ഒരു ശക്കലം വേണമെങ്കിൽ ആ മാവ് അരയല്ല, ഏത്തപ്പഴം അരയ്ക്കുന്ന കൂടെ ഒരു തുള്ളി പാലും കൂടെ ഒഴിച്ചിട്ട് അരയ്ക്കാം. പക്ഷെ കൂടുതൽ പഴുക്കാൻ പറ്റില്ലല്ലോ. നല്ല പഴം ഒരു കുഴപ്പമില്ല, നല്ല പഴം ഉപയോഗിക്കാം, പഴുത്ത പഴം ഉപയോഗിക്കാം. ഇതിന് കുറച്ച് പഴുപ്പ് കുറഞ്ഞതായിരുന്നു. സ്മാഷ് ഒക്കെ ചെയ്ത് നമ്മളത് അരച്ചെടുക്കുകയല്ലേ, അല്ലെ കൈകൊണ്ട് കുത്തി ഉടച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും പഴുത്ത പഴം ഉപയോഗിക്കാം. അതിന്റെ കൂടെ സേമിയ ചേരുന്നു, പിന്നെ നമ്മുടെ ബ്രെഡ് ചേരുന്നു. ബ്രെഡ് അതാ എനിക്ക്
എന്തെങ്കിലും മാവെങ്ങാനും ലൂസായി പോയാൽ സ്വല്പം മൈദ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇത് ചേർക്കാം. ഞാനിപ്പോ പറയാം റാഗി ചേർക്കാം, ഓക്കെ റാഗി ഓക്കെ ചേർക്കാം, അരിപ്പൊടി ചേർക്കാം. ഉള്ളതൊക്കെ ഉണ്ട് ദാ. ഈ ഷേപ്പില് ഒക്കെ ഉണ്ട്. ഈ ഷേപ്പില് കട്ട്ലറ്റ് ആ ഉണ്ടാക്കുന്നത് കണ്ടാ? അതിനകത്ത് ഉണ്ടാക്കാം. ദാ ഈ ഷേപ്പ് എല്ലാം ഉണ്ടോ? കണ്ടാ? എല്ലാം ഉണ്ടല്ലോ. ചെറുത് മതി, ചെറുത് മതി. എന്റെ ഈ ഷേപ്പാണ്, റാഗി ഷേപ്പ്. ആ ശരിയാക്കി പരത്തി അത്രേ ഉള്ളൂ. താങ്ക് യു നന്നായിട്ടുണ്ട് കേട്ടോ, വളരെ നന്നായി. താങ്ക്സ്. താങ്ക് യു ആന്റി. അടുത്ത ഉഷാർ മേനൻ ആന്റി. ഉഷാർ മേനൻ ആന്റി മ്യൂട്ട് ആയി പോയി. ഗുഡ് മോർണിംഗ് അരുണിമ. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് ചേച്ചി. നന്നായി. ഞാൻ ഏത്തപ്പഴത്തിന്റെ ചോദിക്കാൻ കട്ട്ലറ്റ് ഉണ്ട്, അപ്പൊ എല്ലാരോടും പറഞ്ഞപ്പോ ഞാൻ ഇത് എഴുതിയെടുത്തു. കാണുന്നില്ലല്ലോ അത് ആരായാലും. ഉഷാർ മേനോനെ എവിടെയാ? ക്യാമറ ഓഫ് ആന്റി. ഓക്കെ, ഇപ്പൊ കാണാം. പറഞ്ഞോളൂ ആന്റി. ഞാൻ ഏത്തപ്പഴത്തിന്റെ ചോദിക്കാനായിട്ടായിരുന്നു. അപ്പൊ അതിപ്പോ അവര് പറഞ്ഞപ്പോ ഞാൻ എഴുതിയെടുത്തു അത്. ഞാനും വരാറുണ്ട്, വരാറുണ്ട്. വളരെ ഈസിയാ, ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്, പെട്ടെന്ന് വേഗം എളുപ്പം ഉണ്ടാക്കാമല്ലോ. ഏത്തപ്പഴം വീട്ടിൽ എപ്പോഴും ഉണ്ടാകും, അപ്പൊ പിന്നെ വേഗം ഉണ്ടാക്കാം. നമുക്ക് അതുകൊണ്ട് ഒപ്പിക്കാൻ പറ്റും. കുറച്ച് ബ്രെഡ് കൂടുതൽ സ്കൂളിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വളരെ ഒരു 15 മിനിറ്റ് മെനക്കെട്ടാൽ നമുക്കതുണ്ട്. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഞാനും വരാറുണ്ട്. അപ്പൊ അതെയോ, ഒരു ഉത്സവം വരുന്നത് എപ്പോഴെങ്കിലും വരുമ്പോ വരാം. എവിടുന്നാ വരുന്നേ? ഞങ്ങളുടെ കാഞ്ഞിരമിറ്റം. അടുത്തല്ലേ? അടുത്ത സ്ഥലല്ലേ? പറമ്പ്. അറിയാം. ശരി. അപ്പൊ വളരെ നന്നായിരുന്നു എല്ലാം. ശരി, നോക്കാം. ഓക്കെ, താങ്ക് യു ഉഷ ആന്റി. അടുത്ത ശാന്തകി മേനൻ ആന്റി. ഹലോ, കേൾക്കണ്ടോ? എല്ലാം നന്നായിട്ടുണ്ട്. ഞാനും ഏത്തപ്പഴം കട്ട്ലറ്റിന്റെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ ഇത് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞപ്പോ കിട്ടി, എനിക്ക് മനസ്സിലായി. ഞാനും സേമിയ വറുത്തിട്ടാണ് ഉടനെ വെറുതെ ആണ് ഉടനെ അറിയാൻ വേണ്ടി. പിന്നെ ഇത് അടയും വട്ടയപ്പൊക്കെ എപ്പോഴും പണ്ടേ ഉണ്ടാക്കണതാ റാഗി കൊണ്ട്. അതൊക്കെ പിന്നെ ചക്കട്ടിട്ടാ ഉണ്ടാക്കുക, പഴട്ടിട്ടല്ല. അതെ, ചക്ക. ഇതിപ്പോ ചക്ക ഇല്ലാത്ത കാലത്ത് ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പലതും ഇപ്പൊ നാട്ടിലുണ്ട് കുറച്ച് നാളായിട്ട്. അപ്പൊ അവിടെ ഈ ചക്ക എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് പഴം കൊണ്ട് ട്രൈ ചെയ്തത്. പഴം കൊണ്ടുണ്ട. പിന്നെ നന്നായിട്ടുണ്ട്. നാടൻ വിഭവങ്ങളും നാടൻ വിഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ റാഗി വളരെ നല്ലതാണല്ലോ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഡയബറ്റീസ്. എല്ലാവരും മുകളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് റാഗിയെ കുറിച്ചൊന്നും മനസ്സിലാക്കണം. വളരെ നല്ല സാധനം, നല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. കുഞ്ഞുങ്ങൾക്ക് പണ്ട് കൊടുത്തു തുടങ്ങിയതല്ലേ, ഒരു 3 മാസം ആകുമ്പോ ഞാൻ കഴിച്ചതാണ് എന്റെ മക്കൾക്ക് കൊടുക്കുന്നത്. കൊച്ചുമോൾക്ക് വരെ അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ദഹിക്കും. പിന്നെ കുഞ്ഞമ്മമാര്, ചെറിയ അമ്മമാര് പാലുണ്ടാകാൻ ഏറ്റവും നല്ലതെന്നാണ് അവർ പറയുന്നത്. അത് കുറിച്ച് പാലൊഴിച്ച് കഴിച്ചാൽ. ഇതൊക്കെ പണ്ട് കാലത്തെ ആരോഗ്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ആന്റി, താങ്ക് യു ആന്റി. അടുത്ത അനിത വിജയൻ ആന്റി. കേൾക്കാമോ? ആന്റി. ചേച്ചി, പിന്നെ സ്മൂത്തിയുടെ ഒന്നുകൂടെ പറയോ? ജ്യൂസോ റാഗിയോ? അനിതാ വിജയനെ ഞാൻ കാണുന്നില്ലല്ലോ. കണ്ടിട്ട് സംസാരിച്ച ഒരു രസം ഉണ്ടായിരുന്നു. ക്യാമറ ഓഫ് ആന്റിയുടെ. പഴവും ക്യാരറ്റ് ഒക്കെ കൂടി അടിച്ചിട്ട് ആന്റി കാണാൻ പറ്റണില്ല. അനിത ആന്റി മ്യൂട്ട് ആയി. അനിത വിജയൻ ആന്റി. ഓക്കെ ആന്റി, ഇനി പറഞ്ഞോളൂ. കാണുന്നുണ്ട്. സ്മൂത്തിക്കകത്ത് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞങ്ങൾക്ക് 2 ഗ്ലാസ്സിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അത് ഒരു മുഴുത്ത ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക, അത് അടുപ്പത്ത് വെച്ചിട്ട്. പിന്നെ ഒരു മുഴുത്ത ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക, വട്ടത്തിൽ അരിഞ്ഞ്. പെട്ടെന്ന് വേകുന്നല്ലേ ക്യാരറ്റ്. 5 മിനിറ്റ് ഒന്ന് കേൾക്കണ്ടോ അനിത? എനിക്ക് കേൾക്കാം. അനിതയുടെ കേൾക്കേണ്ട സംശയമുണ്ട് എനിക്ക്, അത് സ്റ്റിക്കായിട്ട് കിട്ടുന്നു. അനിത ആന്റി സ്റ്റക്കായിട്ടിരിക്കുവാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ അനിത ആന്റി? ഇപ്പൊ സ്റ്റക്കായി. കേൾക്കുന്നുണ്ടോ അനിത ആന്റിക്ക് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓഫായി. കേൾക്കണ്ടോ ആന്റി? ജസ്റ്റ് പറഞ്ഞോളൂ തുളസി ആന്റി. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ റാഗി കുറുക്കിയത്, പിന്നെ നമ്മുടെ ക്യാരറ്റ് വേവിച്ചത്, കുറച്ച് അതിനകത്ത് 2 ഏലക്ക ഇടാം. എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക.
കുറച്ച് പാൽ ഒഴിക്കും, 1 സ്പൂൺ പഞ്ചസാര. ആ. പഞ്ചസാരക്ക് നിങ്ങൾ എന്താ ഉപയോഗിച്ചാൽ അത് വേണേൽ ഉപയോഗിക്കാം. ശർക്കരയോ തേനോ അല്ല കൽക്കണ്ടോ അങ്ങനെയുള്ള സാധനമാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഞാൻ സ്വല്പം പഞ്ചസാര, വളരെ കുറച്ച് ആ. പഞ്ചസാര അതാണ് ഉപയോഗിച്ചത്. അതിന്റെ കൂടെയൊക്കെ കുറച്ചുകൂടെ ആ. പാലെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക. ആദ്യം കുറച്ച് പാലൊഴിച്ച് അടിച്ചൊന്ന് വേവിച്ചൊരു ഇതായി കഴിയുമ്പോൾ കുറച്ചുകൂടെ പാലൊഴിച്ച് അടിച്ചെടുക്കുക. അത് ചൂടായിട്ടും കഴിക്കാം, തണുപ്പിച്ചും കഴിക്കാം. ഞങ്ങൾ ചൂടായിട്ടാണ് രാവിലെ കഴിച്ചത്. അത് ചൂടായിട്ട് കഴിക്കുന്ന ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മേടിച്ചാൽ കഴിക്കാൻ ഇഷ്ടം പോലെ ആ. കഴിക്കാം. രാവിലെ അത് അത് കഴിച്ച് റാഗിയുടെ പൊടിയാ അല്ലേ? പൊടി അല്ല, അരച്ചെടുക്കണേ എടുക്കാം. നമ്മുടെ ചെറിയ കുഞ്ഞൻ റാഗി ഉണ്ടല്ലോ, അത് ഒരു ബദാമും കൂടെ കൂട്ട് ആ. വെച്ചിട്ട് ഒരു എന്നിട്ട് അരച്ചെടുത്താൽ അങ്ങനെ എടുക്കാം. അത് പണ്ട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കുറുക്കി കൊടുത്തോണ്ടിരുന്ന ഈ റാഗി അരച്ച് ആ. അരിച്ചെടുത്ത് പിന്നെ വെള്ളം അതെ അതെ, കളഞ്ഞ് കുറുക്കും. ഇപ്പൊ പൊടി അരിച്ചെടുത്ത്. ആ. കിട്ടുന്നു. പിന്നെ ഇത്തിരി ഫൈബർ ഉള്ളതല്ലേ, അപ്പൊ പിന്നെ അതൊന്നും കളയണ്ടാന്ന് വിചാരിച്ചു. ഉമ്മി നല്ല സാധനമാണ്, കളയണ്ടെന്നല്ലേ ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് ആ ഫൈബർ ഉള്ളതാണ്. ശരി. പൊടി കിട്ടുന്നുണ്ട്. ഇപ്പൊ പൊടി ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് നല്ല നല്ല ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊരു വൃത്തികെട്ട ടേസ്റ്റ് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഈ കുറുക്കിനകത്ത് വടയുണ്ടാക്കിയതിനകത്ത് ഏതിന് ചേർത്താലും ഇന്നാളൊരാളെ ഇതേ അട കഴിച്ചിട്ട് ചോദിച്ചത് അരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, ഒന്നുകൂടെ ഒരു ചാൻസും കൂടെ പറയാൻ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിട്ട് അരി അല്ലെങ്കിൽ മൈദയാന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ല, ഇത് റാഗി തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അവർക്കതൊരു അതിശയായിരുന്നു, ഇത് റാഗിയാണോ എന്നിങ്ങനെ. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. ഒന്ന് ട്രൈ ചെയ്യാം, എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഒത്തിരി നല്ല സാധനം. ആ ട്രൈ ചെയ്യാം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഓക്കെ ആന്റി, താങ്ക് യു ആന്റി. അടുത്ത് ജാനു കെ ആന്റിയും കൂടെ ഹാൻഡ് റൈസ് ഉണ്ട്. മോളെ, ഞാനും ചേച്ചി എന്നും രാത്രി കോറ മാത്രം കുടിക്കാറ്. അരിഭക്ഷണം ഒരു 5-6 മാസമായിട്ട് അരിഭക്ഷണം കഴിക്കാറില്ല. ദോശ ഉണ്ടാക്കും ചില ദിവസം, ചില ദിവസം വെറുതെ തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കാം. ഞാൻ പഞ്ചസാരയും കഴിക്കാറില്ല. അപ്പൊ വെയിറ്റ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 6-7 മാസമായി ഇപ്പോ. ഹസ്ബൻഡ് പോയതിന് ശേഷം ഒന്നും രാത്രി അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ 6 മാസമായിട്ടുള്ള ഒരു പോയിട്ട്. അപ്പൊ ഞാൻ രാത്രി ഇങ്ങനെ കോറ അങ്ങനെ വെറുതെ, കുട്ടികൾക്ക് കുറുക്കില്ല, അങ്ങനെ വറുത്ത് പൊടിച്ചു വെച്ചാല് അതിൽ തിളച്ച വെള്ളം ഒഴിച്ചാല് ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ടിട്ട് കലക്കി രാത്രി അത് മാത്രമേ കുടിക്കാറുള്ളൂ. നല്ല സുഖാ ചേച്ചി, മൂത്രം ഒഴിഞ്ഞു പോകും, 4-5 പ്രാവശ്യമൊക്കെ കഴിക്കും. നല്ല ശരീരത്തിന് നല്ല സുഖമാണ്. പിന്നെ ചൂടുവാണല്ലോ, കാല് കടച്ചിലിനൊക്കെ നല്ല ഭേദമാണ് സാധനം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അടയുണ്ടാക്കാം, ഇലയില് മധുരം ഇടാറില്ല ഞാനൊന്നും. നല്ല രസമാണ്. ദിവസം കുടിക്കുക രാത്രി, വറുത്ത് പൊടിച്ചു കൊണ്ടത്. പിന്നെ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. അപ്പൊ അത് വെള്ളത്തിൽ കുറച്ചേരം കുതിർത്തി കഴിഞ്ഞാല്, ചേച്ചി പറഞ്ഞ പോലെ തൊലി കളയാതെ നല്ലത്. പക്ഷെ മനുഷ്യന് വിഷമാവോന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കുട്ടികൾക്ക് അരിക്കും പോലെ അരിപ്പേരിങ്ങനെ അരിച്ചെടുത്തിട്ട് ഇല്ല ഒരു വിഷമവും ഇല്ലാതെ ഒത്തിരി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കളയണ്ട. അപ്പൊ എന്താ പൊടി കളയാതെ നല്ലതാണ്. എല്ലാ ദിവസവും രാത്രി അതാ കുടിക്കാറ്. ഓക്കെ, താങ്ക് യു ജാനു ആന്റി, താങ്ക് യു ആന്റി. താങ്ക് ഓക്കെ ആന്റി, അപ്പം താങ്ക് യു തുളസി ആന്റി. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു ആന്റി. എല്ലാ ഡിഷുകളും നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ട് എന്താ വീട്ടിൽ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷുകളാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക അല്ലേ തുളസി ആന്റി? അതെ തീർച്ചയായിട്ടും. എനിക്ക് ഇന്നലെ രാവിലെയാണ് തോന്നിച്ച് പറഞ്ഞത്, എല്ലാം ഉണ്ടാക്കിയത് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയത്. അതെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പൊ എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു തുളസി ആന്റി, താങ്ക് യു ഫോർ ദ ഡിഷസ് ആന്റി. താങ്ക് യു. ഓക്കെ ആന്റി, താങ്ക് യു തുളസി ആന്റി. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഡയറീസിന്റെ ആദ്യത്തെ ഡിഷ് പ്രസന്റേഷൻ കഴിഞ്ഞു. അടുത്ത ഡിഷ് പ്രസന്റ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ ശാന്ത കെ മേനൻ ആന്റി ആണ്. ശാന്ത ആന്റി. Yes, I am ready. ഹലോ ആന്റി. ഇതാ ആദ്യം തന്നെ എന്റെ ഡിഷസ് 4 ഡിഷ് ഉണ്ട്. കാണുന്നല്ലോ, നല്ല രസമുണ്ടല്ലോ. കളർ കോമ്പിനേഷൻ ഒന്നും പറയണ്ടല്ലോ, നല്ല ഇന്ത്യ ഫ്ലാഗ് പോലെ ഉണ്ട്. ഇത് പുഡിംഗ്, ട്രൈഫിൾ പുഡിംഗ്. ഓക്കെ. ഇത് ഫ്ലാഗ് റൈസ്. അതെ ഫ്ലാഗ് റൈസ്. അത് നവരത്ന കുറുമ. ഓക്കെ. ഇത് SFC, സദേൺ ഫ്രൈഡ് ചിക്കൻ. അയ്യോ, എന്റെ ഫ്രൈഡ് ചിക്കൻ, സദേൺ ഫ്രൈഡ് ചിക്കൻ. ഓ, ഫ്രൈഡ് ചിക്കൻ കണ്ടതാണ് എന്റെ കംപ്ലീറ്റ് കൺട്രോളും പോയി. എനിക്ക് ഫ്രൈഡ് ചിക്കൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എന്താ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഹെവി ആണ് ശാന്ത ആന്റി.
SFC എന്നുള്ളതിന് എന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ശാന്ത ഫ്രൈഡ് ചിക്കൻ എന്നാ പറഞ്ഞു. അയ്യോ ഞാനിപ്പോ അതാ പറയാൻ വന്നത്. ശാന്ത എന്റെയുടെ S വേണമെങ്കിൽ SFC ഇടാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നല്ല രസമുണ്ട് ഇത് പറയാനൊന്നും. ട്രൈഫിൾ പുഡിംഗ് ആണ്. മൂന്ന് ലെയർ ആണ്. സൈഡ് കാണാനുണ്ടോ? കാണുന്നുണ്ട്, കുറച്ച് കാണുന്നുണ്ട്. ആഹാ 1 2 3 1 2 ഓക്കെ 3 കേക്ക്, ഫ്രൂട്ട്സ്, കസ്റ്റർഡ്. ഓക്കെ ആന്റി, നമുക്കിനി എങ്ങനെയാന്ന് 3 ലെയർ ആണ് പുഡിംഗ്. അപ്പൊ ആദ്യം എന്താ പറയണ്ടേ? ആദ്യം ഫ്ലാഗിൽ തുടങ്ങാം. ഫ്ലാഗിൽ തുടങ്ങാം അല്ലെ? ഓക്കെ ഓക്കെ. ഇത് കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. പ്ലെയിൻ റൈസ് ഉണ്ടാക്കുക, അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് ക്യാരറ്റും ഇതും ഇടുക, നെയ്യും ഉപ്പും ഇടുക റൈസിൽ. എന്നിട്ട് ക്യാരറ്റ്, ഇത് കൊറിയാൻഡർ ലീവ്സ്. ഓക്കെ, ഇത് പ്ലെയിൻ റൈസ്, ഇത് ക്യാരറ്റ്, ഇത് കൊറിയാൻഡർ ലീവ്സ്. റൈസിൽ നെയ്യും ഉപ്പും ഇട്ടിട്ടുണ്ട്, കുറച്ച് ലൈം സ്ക്വീസ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ജസ്റ്റ് പ്രസന്റേഷൻ ഇന്ത്യൻ ഫ്ലാഗ് മാതിരി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇതിന് റൈസിന് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. വെറുതെ റൈസ് സ്വതവേ നെയ്യും ഉപ്പും കൂട്ടി കഴിക്കുമ്പോൾ ഒരു ലൈം സ്ക്വീസ് ചെയ്തതും ഇത് സാലഡ് മാതിരിയും ഉണ്ടാവുമല്ലോ മിക്സ് ചെയ്ത. പക്ഷെ കാണുമ്പോ നല്ല രസമുണ്ട്. വീട്ടിലൊക്കെ വരുമ്പോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അതിനാണ് കുട്ടികളോ നമ്മൾ ആരെങ്കിലും ഗസ്റ്റിനെ വിളിക്കുമ്പോ ഇത് ശരിക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സാലഡ് മിക്സ് ചെയ്ത് കഴിക്കണ മാതിരി കുറച്ച് നെയ്യിന്റെ സ്വാദും ഉണ്ടാവും, കുറച്ച് ലൈമിന്റെ സ്വാദും ഉണ്ടാവും, ഉപ്പും ഉണ്ടാവും. ഇതൊക്കെ സാലഡ്സ് ആണ്. ലൈം ഉള്ള കാരണം സാലഡും കൂടി കഴിക്കുമ്പോൾ നന്നായിരിക്കും. ഇനി അതിന്റെ കൂടെ പോവാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റൈസിന്റെ കഴിഞ്ഞു കേട്ടോ. ഒന്നുമില്ല. അതെ, റൈസ് കണ്ട ഭയങ്കര പാടാണെന്ന് തോന്നുന്നു, പക്ഷെ സിമ്പിൾ ആണല്ലേ? ഒന്നുമില്ല, സിമ്പിളാ. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഈ ഡിഷിലേക്ക് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയത്. ഇത് നവരത്ന കുറുമ. നവരത്നം എന്ന് പറഞ്ഞാൽ 3 ഫ്രൂട്ട്സ്, 3 വെജിറ്റബിൾസ്, 3 നട്ട്സ്. ഓക്കെ, 3 ഫ്രൂട്ട്സ് ആപ്പിള്, ഗ്രേപ്സ്, നേന്ത്രപ്പഴം. അതാണ് 3 ഫ്രൂട്ട്സ്. നട്ട്സ് ബദാം, കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട്. 3 നട്ട്സ്. 3 വെജിറ്റബിൾസ് ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്. 3 വെജിറ്റബിൾസ്. അപ്പൊ എല്ലാം 3 എണ്ണം ഉള്ളതുകൊണ്ട് 9 എണ്ണം. അതാണ് നവരത്ന കുറുമ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ആദ്യം നട്ട്സിനെ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചൂടാക്കുക. അതേമാതിരി ഫ്രൂട്ട്സും ആ നട്ട്സും ഇങ്ങോട്ട് എടുത്തിട്ട് ഫ്രൂട്ട്സും അതിലൊന്ന് ചൂടാക്കുക. അപ്പൊ നട്ട്സും ഫ്രൂട്ട്സും റെഡിയായി. വല്ലാണ്ട് അധികം വേവിക്കാൻ പാടില്ല. കുറച്ച് നെയ്യിലിട്ടിട്ട് 1 or 2 minutes സോർട്ട് ചെയ്യാനേ പാടില്ല. പിന്നെ സാധാരണ കുറുമ ഉണ്ടാക്കണ മാതിരി ഒരു ഉള്ളി, ഒരു തക്കാളി, കുറച്ച് ഗരം മസാല, കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം വതുക്കുക. നല്ലോണം എണ്ണയിൽ വതുക്കിയിട്ട് എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോ നമ്മൾ അതിൽ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് വതുക്കുക. വെജിറ്റബിൾസ് ഈ 3 വെജിറ്റബിൾ പറഞ്ഞില്ലേ, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്. അത് ഗ്രീൻ പീസ് ഡ്രൈ ആണ് ഉപയോഗിക്കണമെങ്കിൽ തലേ ദിവസം സോക്ക് ചെയ്യണം. ഞാൻ ഫ്രോസൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വേഗം വേവും. എന്നിട്ട് ആ മസാല ഫ്രൈ ചെയ്ത എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങുമ്പോൾ ഗാർലിക് ജിഞ്ചറിന്റെ ഒക്കെ പേസ്റ്റിന്റെ ഒക്കെ സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ അതിൽ ആ വെജിറ്റബിൾസ് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കും. ഓക്കെ, എന്നിട്ട് അത് വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരവും 2 പച്ചമുളകും കുറച്ച് കാഷ്യൂനട്ടും ഒരു 2 സ്പൂൺ മിൽക്ക് പൗഡറും, അല്ലെങ്കിൽ ക്രീമോ മിൽക്ക് പൗഡർ വാട്ട് എവർ യു ഹാവ്, അത് രണ്ടിലും ഏതെങ്കിലും ഒന്ന്. ഞാൻ എന്താ ചെയ്താ ക്രീം ഉണ്ടായിരുന്നില്ല, അപ്പൊ മിൽക്ക് പൗഡർ 2 സ്പൂൺ ഇട്ടു. മിക്സിയിൽ ഇട്ടിട്ട് കൊത്തമല്ലിയുടെ കൊറിയാൻഡർ ലീവ്സ് നല്ലോണം, ദാറ്റ് ഗിവ്സ് ദ കളർ. കൊറിയാൻഡർ ലീവ്സ് ആണ് ആ ഗ്രീൻ കളർ കൊടുക്കണം. അപ്പൊ ആ കൊറിയാൻഡർ ലീവ്സും കൂടി അരച്ചിട്ട് ഈ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും ഫ്രൂട്ട്സും അതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ റെഡിയായി.
ആ മസാല നാളികേരവും കാഷ്യൂനട്ടും പച്ചമുളകും കൊറിയാൻഡർ ലീവ്സും മിൽക്ക് പൗഡറും കൂടി അരച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ, അധികം വേവാൻ പാടില്ല, കൊറിയാൻഡർ ലീവ്സ് ഒന്നും അധികം വേവാൻ പാടില്ല, അരച്ചത് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ അതിനെ ഓഫ് ചെയ്തിട്ട് നട്ട്സും ഫ്രൂട്ട്സും ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇടുക. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല, എന്താ വെച്ചാൽ കുറച്ച് സ്വീറ്റിഷ് ആണ് ഫ്രൂട്ട്സും നട്ട്സും ഉള്ളതുകൊണ്ട്. പക്ഷെ ഇറ്റ് ഗോസ് വെരി വെൽ വിത്ത് റൈസ് ആൻഡ് ചപ്പാത്തി. പിന്നെ ഹെൽത്തി ആണല്ലോ അല്ലേ? അതെ അതെ, ഹെൽത്തിയാണ്. അതാണല്ലോ അപ്പൊ ഏറ്റവും important. ഈ റൈസ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഇതിന്റെ കൂടെ പോവാൻ ചപ്പാത്തിക്ക് പകരം ഇറ്റ് ഗോസ് വെരി വെൽ വിത്ത് ദ റൈസ്. അതിനാണ് റൈസ് ഉണ്ടാക്കിയത്. നീ SFC. ശാന്ത ആന്റി ഫ്രൈഡ് ചിക്കൻ. എന്റെ മക്കൾ അതിനാണ് SFC എന്ന് വിളിക്കുക. സദേൺ ഫ്രൈഡ് ചിക്കൻ ആണ്. എന്റെ മക്കൾ SFC എന്ന് പറയാം, ശാന്ത ഫ്രൈഡ് ചിക്കൻ ആണ്. അടിപൊളി. ഇത് ഒന്നുകൂടെ അടിപൊളിന്ന്. അപ്പോ ഇത് വെരി ഈസിയാണ്. ആദ്യം ചിക്കൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഒക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് ലൈം ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ 1 സ്പൂൺ, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, വിനീഗർ, അതും എല്ലാം കൂടിയിട്ട് ഒന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യുക. മിനിമം 1 hour. മാക്സിമം എത്ര നേരമാണെങ്കിലും, എത്ര നേരം മാരിനേറ്റ് ചെയ്യണോ അത്രയും നല്ലതാണ്. മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ബിഫോർ സെർവിങ് നമ്മള് ഓരോരോ കഷ്ണം എടുത്തിട്ട് മുട്ട നല്ലോണം ഒരു പിഞ്ച് സോൾട്ട് ഇട്ടിട്ട് അതിലടിക്കുക, മുട്ടയിൽ മുക്കുക. പിന്നെ മൈദയില് ഒരു 4-5 ടേബിൾ സ്പൂൺ മൈദ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്യണത്. ചിലര് റൈസ് ഫ്ലോറും ആഡ് ചെയ്യും ക്രിസ്പ് ആവാൻ, കുറച്ച് മൈദയുടെ കൂടെ. എന്നിട്ട് ഈ മുട്ടയിൽ മുക്കിയത് ഈ മൈദയിൽ ഒന്നും കൂടി ഉരുട്ടുക. പിന്നെയും 1 പ്രാവശ്യം കൂടി മുട്ടയിൽ മുക്കുക, പിന്നെയും മൈദയിൽ മുക്കുക. അങ്ങനെ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലെയറായിട്ട് അതിന്റെ കവറിങ് വരും. അപ്പൊ ക്രിസ്പായിട്ട് കടിച്ചു കഴിക്കാൻ നന്നായിരിക്കും. എനിക്കാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ട്. അതാണ് ഫ്രൈഡ് ചിക്കൻ SFC. നീ നമ്മൾക്ക് വേണ്ടത് പുഡിംഗ്. കണ്ടില്ലേ പുഡിംഗ്? കണ്ടു. നല്ല ട്രഫിൾ ലെയർ പുഡിംഗ് അല്ലേ? ട്രൈഫിൾ. 3 ലെയർ ഉണ്ട്, അതുകൊണ്ടാണ് ട്രൈഫിൾ എന്ന് പറയുന്നത്. ഏറ്റവും അടിയിലത്തെ ലെയർ കേക്കാണ്, പ്ലം കേക്ക്. പ്ലം കേക്ക് പൊടിച്ചിട്ട് നമ്മൾ പുഡിംഗ് ട്രേയിൽ ഇടുക. എന്നിട്ട് അതില് ഫ്രൂട്ട് ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ വാട്ട് എവർ യു ഹാവ്, എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് കേൾക്കാനുണ്ടോ? കേൾക്കാൻ എനിക്കൊന്ന് ചെറുതായിട്ട് സ്റ്റക്ക് ആയത്. പറഞ്ഞോളൂ. അല്ല, സ്റ്റക്ക് ആയതല്ല, നമ്മുടെ കറണ്ട് പോയതാ. ഓക്കെ അല്ലേ? അയ്യോ, വീണ്ടും കറണ്ട് പോയി. ശാന്താന്റെ അവിടെ ചെറുതായിട്ട് കറണ്ട് പോയി തോന്നുന്നു. ശാന്താന്റെ ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. കറണ്ട് പോയി വന്നത്, സോറി. ഓക്കെ, കേക്കിന്റെ അടുത്തോളം തൊട്ട് പറഞ്ഞു. എന്താ അറിയോ, കറണ്ട് പോയി വന്നപ്പോഴേ വൈഫൈയുടെ പ്രശ്നം, മനസ്സിലായി. ഇൻവെർട്ടറിലേക്ക് വൈഫൈ ഇല്ല, അപ്പൊ അതുകൊണ്ട് വൈഫൈ പോയതാ. ഓക്കെ, മനസ്സിലായി, പറഞ്ഞോളെ. ഏറ്റവും അടിയില് കേക്കാണ്, പ്ലം കേക്ക്. അത് പൊടിച്ചിട്ട് നല്ലോണം കുറച്ച് ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചിട്ട് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്യാം മാക്സിമം. എന്നിട്ട് നല്ലോണം കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് അതിന്റെ മുകളില് 1 ലെയർ ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിള്, ബനാന, എന്തൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് കിട്ടിയെങ്കിൽ എല്ലാം പൊടിയായി നുറുക്കിയിട്ട്
1 സ്പൂൺ ഓഫ് ഷുഗർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അത് എന്നിട്ട് അത് നെക്സ്റ്റ് ലെയർ അത് ഫ്രൂട്ട്സ്, അതിന്റെ മുകളില് കസ്റ്റർഡ് ഒരു പാക്കറ്റ്, ഒരു 500 ml മിൽക്കിന് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ആദ്യം പാലും പഞ്ചസാരയും കൂടി തിളപ്പിച്ചിട്ട് തിളയ്ക്കുമ്പോൾ ഈ കസ്റ്റർഡ് പൗഡർ ഒരു 1/2 ഗ്ലാസ് പാലിൽ കലക്കിയിട്ട് പാല് പഞ്ചസാരയും കൂടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാം. അപ്പൊ കസ്റ്റർഡ് കുറുകി വരും. ടേക്സ് 2 to 3 minutes. അത് ആ കസ്റ്റർഡ് ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നും ബേക്ക് ഇതൊന്നും ചെയ്യണ്ട, വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആവും. തണുത്ത് കഴിഞ്ഞാൽ ആ കസ്റ്റർഡ് മാത്രമേ ചൂടുണ്ടാവുള്ളൂ, മറ്റൊന്നും ചൂടില്ലാത്തതാണ്. തണുത്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ കേക്ക് റെഡിയായി. പിന്നെ ഡെക്കറേഷൻ ഒക്കെ എന്റെ വെറുതെ ഒരു രസത്തിന് ചെയ്തതാ. ഓക്കെ, അത് നല്ല രസമുണ്ട് കാണാൻ, പ്രത്യേകമായിട്ട് എടുത്തു പറയണോ. ഇത് ഇതാണ് ഒറിഗാനോ ലീവ്സ് ആണ്. ഫ്രഷ് ഒറിഗാനോ ലീവ്സ് ആണ്. ആ ഓക്കെ, അത്രേ ഉള്ളൂ. 3 സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. 3 സാധനം ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്ത് അടിപൊളി. 4 സാധനം. അതെ അതെ. നീ നമ്മുടെ ബേബി ചേച്ചിയെ വിളിക്കാം അല്ലേ? ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു ശാന്ത ആന്റി. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി പാക്ക് ആയിട്ടുള്ള ഒരു ഡിഷുകളാണ് നമുക്ക് ആന്റി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ആണ്, ഹെൽത്തിയും ആണ്. അപ്പൊ വൺസ് അഗെയിൻ താങ്ക് യു ശാന്ത ആന്റി, താങ്ക് യു ഫോർ ദ ഡിഷസ് ആന്റി. അപ്പൊ ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നേരെ വരുന്നത് ബേബി ചേച്ചിക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഓക്കെ ബേബി ആന്റി, ആദ്യം ഫ്ലാഗ് റൈസ് ആണ് ടേസ്റ്റ് ചെയ്യുമ്പോൾ. ഹലോ ബേബി ആന്റി. ഹായ്. ഹായ് ആന്റി, ക്യാമറ ഒന്ന് തുടയ്ക്കാൻ പറ്റുമോ? എന്തോ ഒരു സ്മഡ്ജ് ആയിട്ടുണ്ടെന്തോ. ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. എണ്ണ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതെ അതെ. അങ്ങനെ ഫ്ലാഗ് റൈസ് എടുത്തു, നമ്മുടെ നവരത്ന ഇതെടുത്തു. അടുത്തെടുത്ത് ഫ്രൈഡ് ചിക്കൻ എടുത്തു. നീ പുഡിംഗ് എടുക്കണം. കഴിക്കൂ. എല്ലാം നല്ല അടിപൊളിയാണല്ലോ എന്റെ. എല്ലാ ഫീൽഡിലും കൈവച്ചിട്ടുണ്ട്. ചിക്കൻ, റൈസിന് റൈസ്, കറിക്ക് കറി, പുഡിങ്ങിന് പുഡിങ്. എങ്ങനെയുണ്ട് ആന്റി? നല്ല ടേസ്റ്റ് അതിന്റെ. ചിക്കൻ കഴിക്കൂ. അതെടുത്ത് കടിക്കണേ. അതെ അതെ, കടിക്കുന്ന കാണുമ്പോ ഇവിടെ പലർക്കും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്, എനിക്ക് പ്രത്യേകിച്ച്. ഇനി ഞാനിപ്പോ ഓർഡർ ചെയ്യണോ ഇനിയിപ്പോ? എങ്ങനെയുണ്ട് ആന്റി? സൂപ്പർ അല്ലേ? സൂപ്പർ ആയില്ലേ? കണ്ടാ തന്നെ അറിയാം. പുഡിംഗ് കൊടുക്കാം. അതെ, നമ്മള് സെഷൻ കഴിഞ്ഞിട്ട് വേണം സമാധാനപരമായിട്ടൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ അല്ലേ ആന്റി? ഇപ്പൊ ധൃതിയില് ടേസ്റ്റ് ചെയ്യില്ലേ? ചെറിയ പീസ് ഇട്ടാ മതി ശാന്തേച്ചിന്ന്. ഷുഗറൊക്കെ. ഷുഗറൊന്നും ഇല്ല അവർക്ക്. ആഹാ, ഷുഗറൊക്കെ എനിക്കേ ഉള്ളൂ. ഇതാ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട് ആന്റി പുഡിങ്? അത് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല ആന്റിക്ക്. ഓക്കെ ബേബി ആന്റി, എന്തായാലും താങ്ക് യു ബേബി ആന്റി, നമ്മളോട് സീനിയർ സേവില് ടേസ്റ്റ് ചെയ്യാൻ ഇന്നും ജോയിൻ ചെയ്തതിൽ. താങ്ക് യു ആന്റി. ബൈ ബൈ. ബേബി ആന്റി ഞാൻ തൃശ്ശൂരുള്ളപ്പോ എന്റെ അനിയത്തിന്റെ വീട്ടിലുള്ളപ്പോ ബേബി ആന്റി ഉണ്ടാവും. ഓക്കെ. അപ്പൊ താങ്ക് യു ശാന്ത ആന്റി വൺസ് അഗെയിൻ. നല്ല അടിപൊളി ഡിഷ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഇത്രയും ഡിഷുകൾ, നല്ല അടിപൊളി ഡിഷുകൾ നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്നതില് ഒരുപാട് താങ്ക് യു. ഇനി അടുത്ത ഫുഡ് ഡയറീസിൽ ഇതുപോലെ നല്ല അടിപൊളി ഡിഷുകളൊക്കെ ആയിട്ട് കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും. എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. എവറിത്തിങ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാവും. ഉറപ്പായിട്ട് ഞങ്ങളും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ താങ്ക് യു ശാന്ത ആന്റി. അപ്പൊ നമ്മളിപ്പോ ഈ സെഷനിൽ എന്തെങ്കിലും, നമ്മളിപ്പോ കാണിച്ച ഡിഷുകളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആന്റിമാർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. വസന്തകുമാരി ആന്റി. ഹലോ, നന്നായിട്ടുണ്ട്.
എനിക്ക് രണ്ട് ഡൗട്ട് ഉണ്ട്. ഒന്ന് നവരത്തൻ കുറുമയുടെ മസാല ഉണ്ടാക്കില്ലേ, ഉള്ളി, തക്കാളി, ഗരം മസാല, അതിൽ മല്ലിപ്പൊടി ഇടണോ? ഇല്ല, മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, സോൾട്ട്, തക്കാളി, പിന്നെ കുറച്ച് ഗരം മസാല അത് മാത്രം ഉള്ളിയും തക്കാളിയും വതുക്കുമ്പോ ഇട്ടിട്ട് അതിങ്ങനെ വതുക്കി വരുമ്പോ അതിലേക്ക് വെജിറ്റബിൾസ് ഇടുക. അത് നല്ലോണം എണ്ണ പുറത്ത് വരാൻ തുടങ്ങിയ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പട്ടാണി, അത്രേ ഉള്ളൂ. അത് വെജിറ്റബിൾസ് വെന്ന് കഴിയുമ്പോ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നെയ്യില്. അത് സോർട്ട് ചെയ്ത് വെച്ചത് അതൊക്കെ ഇടണ്ടേ? അരക്കണം. ആദ്യം കാഷ്നട്ടും കോക്കനട്ടും മിൽക്ക് പൗഡറും കൊറിയാൻഡർ ലീവ്സും ഗ്രീൻ ചില്ലീസും അഞ്ച് സാധനങ്ങൾ കൂടിയിട്ട് അരക്കണം. അരച്ചിട്ട് ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോഴാണ് വെജിറ്റബിൾസും നട്ട്സും സോർട്ട് ചെയ്ത് വെച്ചത് ഇടണ്ട്. അത്രേ ഉള്ളൂ. നല്ലൊരു ഡിഷാണ് കുറുമ, നവരത്തൻ കുറുമ. നല്ലൊരു ഡിഷാണ് അത്. മറ്റേ റെസ്റ്റോറന്റ് സ്റ്റൈലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രജീവ് കപൂറിന്റെ ഒക്കെ. പിന്നെ ഈ മിൽക്ക് പൗഡറിന് പകരം ക്രീമും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി മിൽക്ക് ക്രീം ആഡ് ചെയ്യും. മിൽക്ക് പൗഡറിന് പകരം ക്രീം ആഡ് ചെയ്താൽ മതി. അപ്പൊ നന്നായി. നല്ല ക്രീം ആഡ് ചെയ്താൽ നല്ല റിച്ച് ആയിരിക്കും അല്ലെ? അതെ അതെ അതെ. പിന്നെ രണ്ടാമത്തെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ട്രൈഫിൾ പുഡിങ്ങിലേ പിന്നെ ഈ പ്ലം കേക്കാണോ സ്പഞ്ച് കേക്കാണോ ഉപയോഗിക്കുക? സ്പഞ്ച് കേക്കാണോ ഉപയോഗിക്കുക? പ്ലം കേക്കാണോ? അയ്യോ, ശാന്ത ആന്റി സ്റ്റക്ക് ആയി. എനിക്കൊന്ന് ആന്റിക്ക് അവിടെ കറണ്ട് വന്നപ്പോ വൈഫൈ റീകണക്ട് ആവുകയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. എന്താ പോയോ അരുണിമ? ഇപ്പൊ വന്നു. ഒന്നും കൂടെ ഒന്ന് ചോദിച്ചോളൂ വസന്തമാരി ആന്റി. മറ്റേ ഇതിലെ ട്രൈഫിൾ പുഡിങ്ങിലെ പ്ലം കേക്ക് സ്പഞ്ച് കേക്ക് ഉപയോഗിക്കാൻ പറ്റുമോന്ന്? സ്പഞ്ച് കേക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ ഇത്ര സ്വാദ് ഉണ്ടാവില്ല. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പ്ലം കേക്കിനുള്ള ഫ്രൂട്ട്സ് പ്ലെയിൻ അല്ലേ സ്പഞ്ച് കേക്ക്? അപ്പോൾ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫ്ലേവറും ആ പ്ലം സ്മെല്ലും ഒക്കെ കൂടി വരുമ്പോഴല്ലേ നമുക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈവൻ ബിസ്ക്കറ്റ്സ് ഉപയോഗിക്കുന്നു ട്രൈഫിളില്. പിന്നെ ഏത് പർട്ടിക്കുലർ ഫ്ലേവർ ആണോ കസ്റ്റാർഡിന് ഉപയോഗിക്കേണ്ടത്? അങ്ങനെയുണ്ടോ? ഒരു പർട്ടിക്കുലർ വനില ഉപയോഗിച്ചിരിക്കണം. വനിലയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ ഈ വനിലയുടെ മുകളിൽ നമുക്ക് ഗ്രേപ്പ് ജെല്ലി, സ്ട്രോബെറി ജെല്ലി, അങ്ങനത്തെ ഒക്കെ ജെല്ലി വാങ്ങാൻ കിട്ടൂലോ. ആ ജെല്ലി പാക്കറ്റ് ഒരെണ്ണം വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഡിസോൾവ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അത് ഇതിന്റെ ഈ കസ്റ്റർഡിന്റെ മുകളിൽ ഒഴിച്ചാൽ അതൊരു ലെയറും കൂടി ആവും. കസ്റ്റർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒഴിക്കാല്ലേ? ഓക്കെ. അപ്പൊ നല്ല ഇത് കളർ വേണമെങ്കിൽ കിട്ടും, യെല്ലോ, റെഡ്, അങ്ങനെയൊക്കെ ജെല്ലി ഉപയോഗിച്ചാൽ. നന്നായിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ആന്റി. അടുത്തത് ഗിരിജ ആന്റി. ഹലോ ശാന്ത മാഡം, നല്ല പ്രസന്റേഷൻ. എല്ലാം ആദ്യം ചിക്കൻ കഴിച്ചിട്ട് കേക്ക് കഴിക്കണോ, കേക്ക് കഴിച്ചിട്ട് ചിക്കൻ കഴിക്കണോ എന്നൊക്കെയാണ് ഇപ്പൊ വിചാരിക്കുന്നത്. തൃശ്ശൂർ എവിടെ വരാറ്? ഞാനിപ്പോ എന്റെ അനിയത്തിയുടെ വീട്ടിലാണ് തൃശ്ശൂര്. ഒളരി എന്താ പറയാ, മദർ ഹോസ്പിറ്റലിന്റെ നേരെ മുമ്പില്. മദർ ഹോസ്പിറ്റലിന്റെ അടുത്താണോ? അത് ശരി. ഞാൻ അതെവിടെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. തൃശ്ശൂർ ഇപ്പൊ തൃശ്ശൂരുണ്ടോ? ഞാൻ അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഞാൻ. ഗുരുവായൂർ റോഡില് ഞാൻ അമല ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് വരാറുണ്ട്. എന്റെ പെറ്റ് സ്കാനൊക്കെ അമലയില. അതെല്ലേ? അത് ശരി. അന്ന് പറഞ്ഞല്ലോ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. അത് ശരി. അപ്പൊ അനിയത്തിന്റെ അടുത്ത് വന്ന് നിൽക്കലുണ്ട് അല്ലേ? ഇപ്പൊ തൃശ്ശൂരുണ്ടോ? ഇപ്പൊ തൃശ്ശൂരുണ്ട്. അത് ശരി. ഓക്കെ. അനിയത്തി ഇവിടെ ഉള്ളപ്പോ ചെലപ്പോ വരും. അത് ശരി. ഓക്കെ. അനിയത്തി ഇവിടെ സെറ്റിൽഡാ തൃശ്ശൂര്? സെറ്റിൽഡ് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ 3 മക്കൾ 3 സ്ഥലത്താണ്. അവിടേക്കൊക്കെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇവിടെ വരും. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു ആന്റി. അടുത്തത് സജി ചാക്കോ ആന്റി.
Hi. Good morning, ma'am. ഹലോ ഗുഡ് മോർണിംഗ്. Beautiful presentation. എനിക്ക് താങ്ക് യു. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോരുത്തർ ചോദിച്ചു കഴിഞ്ഞു. പിന്നെ എനിക്ക് നമ്മള് റൈസ് വെച്ചപ്പോ ആ ക്യാരറ്റ് ബോയിൽഡ് ആയിട്ടാണോ ചെയ്തത്, അതോ അല്ലല്ല, വെറുതെ? പ്ലെയിൻ നമ്മള് റോ സാലഡ് കഴിക്കൂലോ അതേമാതിരി കഴുകിയിട്ട് സ്ക്രേപ്പ് ചെയ്തു, എന്നിട്ട് ക്യാരറ്റ് ഇട്ടു, അടിയില് ഇതിട്ടു, എന്താ കൊത്തമല്ലിയുടെ ഇല ഇട്ടു, നടുവിലൊന്നും ഇട്ടിട്ടില്ല. റൈസിൽ കുറച്ച് ഉപ്പും നെയ്യും ഇട്ടിട്ടുണ്ട്, കുറച്ച് ലൈമും സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെർവ് ചെയ്യുമ്പോ അത് എടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സ്വാദം ഉണ്ടാവും. സാലഡ് കൂട്ടിയിട്ട് കഴിക്കണ മാതിരി. പിന്നെ കറിയും ഉണ്ടല്ലോ, നവരത്നം കുറുമയുണ്ടല്ലോ അതിന്റെ കൂടെ. അപ്പൊ റൈസ് ശരിക്കും ഞാൻ ഉണ്ടാക്കിയത് നവരത്നം കുറുമയുടെ കൂടെ എന്തെങ്കിലും സെർവ് ചെയ്യണ്ടേ, ചപ്പാത്തി ഉണ്ടാക്കണേക്കാട്ടിലും പകരം ഇത് കുറച്ച് കളർഫുൾ ആയിരിക്കുമല്ലോ ടേബിളിന്റെ മുകളില്. ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തന്നെ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴേ അവർക്ക് ഒരു പുതുമയുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അത് ഉണ്ടാക്കാന്ന് ഇങ്ങനെ ചിന്തിക്കായിരുന്നു. വളരെ ഈസി ആണല്ലോ സംഭവം. അതെ അതെ, ഈസിയാണ്. പിന്നെ ആ SFC എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. SFC ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ. പക്ഷെ ഇത് ഈ 2 times ഈ ലെയറിങ് എനിക്ക് അറിയില്ലായിരുന്നു. അത് 2 times ചെയ്യണം എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ 1 time മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് കോട്ടിംഗ് ഇഷ്ടമാണെങ്കിൽ ഈവൻ 3 times യു ക്യാൻ ഡു. മുട്ടയില് അല്ല, ഇവർക്ക് കോട്ടിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് കോട്ടിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. കോട്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടം, ചിക്കനെക്കാട്ടിലും ഇഷ്ടം കോട്ടിംഗ് ആണ്. അപ്പൊ ഇതില് ഈ മൈദയില് 1 സ്പൂൺ റൈസ് ഫ്ലോറോ അല്ലെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലോറോ ചേർത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്പി ആയിട്ടിരിക്കും. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വെറുതെ റോ ആയിട്ട് ടച്ച് ചെയ്താൽ മതിയല്ലോ, റോൾ ചെയ്താൽ മതിയല്ലോ. നമ്മള് ഈ എഗ് വൈറ്റും യോക്കും കൂടി അല്ലേ അടിക്കുന്നത്? എഗ് വൈറ്റ് മാത്രം? അല്ലല്ല, വൈറ്റും യോക്കും കൂടിയിട്ട് അടിക്കണം. ഓക്കെ. അല്ലാതെ നമ്മള് മറ്റേത് ഉണ്ടാക്കുമ്പോ വൈറ്റ് മാത്രല്ലേ ഇടുന്നത്? അതാ ഞാൻ ചോദിച്ചത്. എണ്ണ നല്ലോണം ചൂടാവുമ്പോ ഇട്ടിട്ട് പിന്നെ കുറച്ച് വെക്കുക ഫ്ലെയിം. അപ്പൊ കുറച്ച് നേരം അധികം കിടന്നിട്ട് ചിക്കനൊക്കെ നല്ലോണം വേവും, സോഫ്റ്റ് ആവും. ഉള്ളില് പുറത്ത് ക്രിസ്പും ആവും, ഉള്ളില് സോഫ്റ്റും ആവും. ചിക്കൻ വേവണമല്ലോ. ശരിയാണ്. അതെ. അപ്പൊ അതെന്താ വെച്ചാൽ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് സിമ്മിൽ വെച്ചാൽ മതി. അപ്പൊ കുറച്ച് നേരം ഇരുന്നിട്ട് ചിക്കൻ വേവും, പിന്നെ തിരിച്ചിടാം. അങ്ങനെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സജി ആന്റി. ഓക്കെ, അടുത്തത് കലാദേവി ആന്റി. ഹലോ ചേച്ചി. ഹലോ പറയൂ കേൾക്കാനില്ലല്ലോ. ഹലോ, കലാദേവി ആന്റി. ഇപ്പൊ കേൾക്കാം. അല്ല, നല്ലൊരു ദൃശ്യവിരുന്നായിരുന്നു എന്ന് പറഞ്ഞതാ. ചേച്ചിയുടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ഞങ്ങൾക്ക് വേണ്ടി. താങ്ക് യു. അപ്പൊ എനിക്കൊരു സംശയമുണ്ട് ചേച്ചി. ഞാനിവിടെ ഫാൻ ഇട്ടിരുന്നോണ്ട് എനിക്ക് ഇടയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല. 5 സാധനങ്ങൾ നമ്മൾ നവരത്ന കുറുമേല അരയ്ക്കും എന്ന് പറഞ്ഞില്ലേ? അതിലെനിക്ക് എല്ലാം കിട്ടിയില്ല തോന്നുന്നു. അതില് കോക്കനട്ട്, മിൽക്ക് പൗഡർ, കൊറിയാണ്ടർ ലീവ്സ്, ഗ്രീൻ ചില്ലി, ദെൻ കാഷ്യൂ നട്ട്സ്. ഓക്കെ. പിന്നെ അതുപോലെ ആ എന്താ പറയാ, 3 നട്ട്സ് ഉള്ളതിൽ ഏതൊക്കെയാന്ന് പറയാമോ? കാഷ്യൂനട്ടും പിന്നെ ഗ്രൗണ്ട് നട്ടും. കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട്, ബദാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം. 3 നട്ട്. നവരത്ന കുറുമയായ കാരണം 3 നട്ട്സ്, 3 വെജിറ്റബിൾസ്, 3 ഫ്രൂട്ട്സ്. വെജിറ്റബിൾസ് ഹാർഡായ വെജിറ്റബിൾസേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെണ്ടയ്ക്ക, വഴുതനങ്ങ അങ്ങനത്തെ സാധനം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി. താങ്ക് യു ചേച്ചി. താങ്ക് യു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റമാണ്. ഹോട്ടലിൽ നിന്ന് മാത്രമേ കഴിച്ചു പരിചയമുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു കല ആന്റി. അടുത്ത ശ്രീദേവി ആന്റി. ശാന്ത മാഡത്തിന്റെ ക്യാരറ്റ് പുഡിംഗ് ഞാൻ ഉണ്ടാക്കി. ഇന്ദിര മാഡത്തിന്റെ പനീർ കറി ഉണ്ടാക്കി. രണ്ടും വളരെ നന്നായിരുന്നു. രണ്ടുപേരുടെ ഓരോ ഐറ്റം എഴുതി വെച്ച കാരണം പരീക്ഷിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു ക്യാരറ്റ് പുഡിംഗ്. എന്റെ കൊച്ചുമോന് പോലും ഇഷ്ടമായി. പനീർ കറിയും ഞങ്ങൾ ഉണ്ടാക്കി ഇന്ദിര മാഡത്തിന്. രണ്ടും വളരെ നന്നായിരുന്നു. ഇനി ഈ പുഡിംഗ് ഉണ്ടാക്കി നോക്കണമെന്ന്. ഓക്കെ ശ്രീദേവി ആന്റി. താങ്ക് യു ശ്രീദേവി ആന്റി. ട്രൈ ചെയ്ത് നോക്കുന്നവര് അഭിപ്രായം ഇതുപോലെ പറയും അല്ലേ?
ഓക്കെ, താങ്ക് യു ആന്റി. അടുത്ത ജയപുത്തേടെ ആന്റി നമുക്ക് ഓക്കെ ആന്റി, ജയ ആന്റിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡിഷിലേക്ക് പോവാം. ഓക്കെ. ആ വെജിറ്റബിൾസ് ഇല്ലേ, നവരത്നപ്രമയുടെ വെജിറ്റബിൾസ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ആണോ? ക്യാരറ്റ് ബീൻസ് ദെൻ ഗ്രീൻ പീസ്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്. ഓക്കെ ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ജയ ആന്റി. ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കളർ ആകെ മാറും. ശരി. ഈവൻ പൊട്ടറ്റോ ഇടാം ഫ്രൈ ചെയ്തിട്ട്. ഓക്കെ, താങ്ക് യു ശാന്ത ആന്റി. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഡിഷ് പ്രസന്റേഷൻ ആയിരുന്നു. ഡിഷുകൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു ആന്റി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഫുഡ് ഡയറീസിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ താങ്ക് യു ആന്റി. താങ്ക് യു ഫോർ ദ ഡിഷസ് ആന്റി. താങ്ക് യു. ഓക്കെ ആന്റി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുഡ് ഡയറീസിന് ആദ്യത്തെ 2 ഡിഷ് പ്രസന്റേഷനും കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഡിഷ് പ്രസന്റ് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ ഇന്ദിര മയൂരനാഥൻ ആന്റിയാണ്. ഹലോ ഇന്ദിര ആന്റി. മ്യൂട്ടിൽ ആന്റി. ആയല്ലോ. ആദ്യം തന്നെ മറ്റേ രണ്ടുപേരുടെ ഡിഷസ് എല്ലാം അടിപൊളിയായിരുന്നു. റാഗി വെച്ചുണ്ടാക്കിയത് എല്ലാം ഹെൽത്തി ഇതായിരുന്നു. ആ കുമ്പിളപ്പം പോലെ എന്ന് പറയാം, അത് മാത്രം എനിക്കത് നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. അത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ബാക്കിയൊക്കെ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ വട്ടയപ്പം അതുമൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ ശാന്താണ്ടിയുടെ ഡിഷും ചിക്കനും. പക്ഷെ ശാന്തിയുടെ ചിക്കന് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് കോൺഫ്ലേക്സ് വെച്ചിട്ടാട്ടോ. ഇതേപോലെ മൈദയില് 2 പ്രാവശ്യം ചെയ്തിട്ട് 3rd കോട്ടിങ് കൊടുക്കുന്ന കോൺഫ്ലേക്സില്. അപ്പൊ അതൊരു നമുക്കൊരു KFC ചിക്കൻ പോലെയൊക്കെ അത് കാണാനുണ്ടാവും, ക്രിസ്പി ആയിരിക്കും കേട്ടോ. എന്തായാലും അടിപൊളി ഡിഷസ് ആയിരുന്നു. ഇനി എന്റെ ഡിഷസിലേക്ക് വരാം. ആദ്യം തന്നെ വന്നിട്ട് ക്രീമി കോളിഫ്ലവർ. അയ്യോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അടിപൊളി. കോളിഫ്ലവർ ആണ്. ഇപ്പൊ നന്നായിട്ട് കോളിഫ്ലവർ കിട്ടുമല്ലോ. ഒരു അഫ്ഗാനി ഡിഷ് ഒക്കെ കാണുന്ന പോലെ. സൂപ്പർ. ക്രീം എന്ന് പറഞ്ഞാൽ ഇതിൽ ക്രീം ഒട്ടും ഇല്ല കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരിക്കണേ. ഈ ഡിഷ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എല്ലാ ഡിഷും കാണിക്കട്ടെ ആദ്യം. കണ്ടു കഴിഞ്ഞിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക എല്ലാവർക്കും. ഇത് വന്നിട്ട് ഒരു ഗുജറാത്തി ഡിഷാണ്. എന്റെ പേര് ദാൽ ഡോക്ലി പറയും. ഡോക്ലിയോ? ദാൽ ഡോക്ലി. ഇത് കണ്ടോ? ഈ സാധനമാണ് ഡോക്ലി എന്ന് പറയാ. അതായത് ഇത് ഒരു ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇത് ഇങ്ങനെ തന്നെ 1 pot മീലായിട്ട് കഴിക്കാം. ബിക്കോസ് ഇത് റൊട്ടിയുടെ ഒരു ഇത് 1 pot ഡിഷായിട്ട്. ഇതാണ് സെക്കൻഡ് ഡിഷ്. 3rd ഡിഷ് വന്നിട്ട് ഇതൊരു ബ്രെഡ് കാരമൽ പുഡിംഗ് ആണ്. അടിപൊളി. ഞാൻ കുറെ കാണിച്ചിട്ടുണ്ട്, 2-3 കാണിച്ചിട്ടുണ്ട് ഇതുവരെ കാരമല്. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ളത്. അത് ഞാൻ ആലോചിച്ചേ, ഓരോ ദിവസം കാരമൽ പുഡിംഗ് വരുമ്പോ ഓരോ കളറാണല്ലോ. എന്തൊക്കെ വെറൈറ്റികളല്ലേ. ബ്രെഡ് കാരമൽ പുഡിംഗ് ഫോണിന്റെ ഇതിലായിരിക്കാം. എന്നാലും ഇത് കുറച്ച് ഞാൻ ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടുണ്ട്. ബ്രൗൺ തന്നെ, നല്ല ബ്രൗണിഷ് ആയിട്ടാ കാണുന്നത്. അപ്പൊ ഇത് കോളിഫ്ലവറിന്ന് തുടങ്ങാം. ബ്രെഡിന്റെ കൂടെ കഴിക്കാനാണ് നല്ലത്, പക്ഷെ ചപ്പാത്തിക്കും നല്ലതാണ് കേട്ടോ. ആപ്പത്തിനും നല്ലതാണ്. കുറച്ചും കൂടി ലിക്വിഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പത്തിനും അതിനും നല്ലതാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് മഷ്റൂം വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. വെച്ചിട്ടും ഉണ്ടാക്കാം. ഇത് മഷ്റൂം ലൈറ്റ് കുറവായോ? മഷ്റൂം വെച്ചിട്ടും ഉണ്ടാക്കാം. അതിന്റെ ഒരു വേരിയേഷൻ കോളിഫ്ലവർ. അപ്പൊ ഇതിന് വേണ്ടത് ഞാൻ 250 gram കോളിഫ്ലവർ എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാള, 5-6 ഗാർലിക്, വലിയതാണെങ്കിൽ ഒരു 4 മതി. 2 പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, ഗാർലിക്, സവാള എല്ലാം കൂടി ചോപ്പ് ചെയ്യാം. വെറുതെ നമുക്ക് കൈകൊണ്ട് ഇതായിട്ട് ചോപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ മിക്സിയില് പൾസ് മോഡിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇത് വഴറ്റുക. കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് ഒന്നുമില്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് സ്റ്റീം ചെയ്യുക, ഇല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് അടച്ചു വെച്ചിട്ട് കോരിയെടുക്കുക. അപ്പൊ ഈ സവാള
പച്ചമുളക്, ഗാർലിക് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഈ കോളിഫ്ലവർ അതിനെ ബ്രൗൺ ആക്കരുത്, ജസ്റ്റ് ഒരു ട്രാൻസ്ലൂസന്റ് ആയാൽ മതി, കളർ മാറിയാൽ മതി. അപ്പൊ ഈ കോളിഫ്ലവറും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. വഴറ്റിയിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം അതേ പാനില് 1 ടേബിൾ സ്പൂൺ എണ്ണയും 1 ചെറിയ ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇടുക. മൈദയ്ക്ക് പകരം ഓട്സ് പൗഡർ ഇട്ടാലും മതി. ഓട്സ് പൗഡറാണ് ഇപ്പൊ ഇതിലിട്ടിരിക്കുന്നത്. ഞാൻ മൈദയാണ് കോമൺലി വൈറ്റ് സോസിന് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈദ പറഞ്ഞത്. പക്ഷെ ഇതിൽ ചേർത്തിരിക്കുന്ന ഓട്സിന്റെ പൗഡറാണ്. ഓട്സ് ഒന്ന് സ്ലൈറ്റ്ലി പൗഡർ ചെയ്തിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ട് 1 ടേബിൾ സ്പൂൺ അതിനെ ഒന്ന് ഫ്ലോട്ടൻ ചെയ്യാം എണ്ണയിലിട്ടിട്ട്. അതിലേക്ക് സിമ്മിൽ വെച്ചിട്ട് പാല് ഒരു 2 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ബലൂൺ വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പാറ്റുല വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് തിക്കായിട്ട് വരുന്ന സമയത്ത് ഈ വഴറ്റി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. ഉപ്പും ഇട്ടിട്ട് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലും കൂടി ഒഴിക്കാം, അല്ലെങ്കിൽ ഈ പാല് ശരിയായിരിക്കും. എന്നിട്ട് അതിലേക്ക് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് സോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പാത്രത്തിലേക്ക് എടുത്തിട്ട് മുകളിൽ കുറച്ച് മല്ലിയില, സ്പ്രിംഗ് ഒനിയനും ഇടാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ്. അതാണ് കോളിഫ്ലവറിന്റെ ഡിഷ്. ഓക്കെ, അടിപൊളി. എളുപ്പം ഉണ്ടാക്കാല്ലോ, പക്ഷെ നല്ലൊരു വെറൈറ്റി ആണ്. ഇത് ചിക്കൻ ഇടാലോ ആന്റി, ഇതിന് പകരം അപ്പൊ ചിക്കൻ ആക്കാല്ലോ. ചെയ്യാം. മഷ്റൂം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത്. അടിപൊളി. ഓക്കെ, അടുത്തത് സെക്കൻഡ് ഡിഷ് വന്നിട്ട് ദാൽ ഡോക്ലി. അത് ഗുജറാത്തിലെ ഒരു ഫേമസ് ഡിഷാണ്. അതിന് ഞാൻ യൂസ് ചെയ്തേക്കണ ഇത്രയും ഇത് ചെയ്യണ 1/2 കപ്പ് തോരപ്പരിപ്പ്. തോരപ്പരിപ്പ് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ വേവിക്കുക. വേവിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ കഴുകിയിട്ടാണ് വേവിക്കണേ. മഞ്ഞപ്പൊടി ഉപ്പ് വേവിക്കുക. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഡോക്ലിയുടെ മാവ് കുഴക്കണം. 1 കപ്പ് ആട്ട, 1 കപ്പ് വേണ്ട, ഇതിനൊരു 1/2 കപ്പ് മതി. 1/2 കപ്പ് മാവിലേക്ക് 1 ടീസ്പൂൺ കടലമാവ്, കുറച്ച് ഓമ അജ്വൈൻ എന്ന് പറയും, ഓമം, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയില് മാവുണ്ടാക്കുക. ഓക്കെ, എന്താണ്ടി മാവ് കാണിച്ചു തരാം. ഇതാണ് മാവ്. മഞ്ഞപ്പൊടി ഇടുന്നതില് ഇതാണ് മാവ്. അത്ര ചപ്പാത്തി പോലെയല്ല, പൂരിയുടെ പോലെയല്ല, കുറച്ച് സോഫ്റ്റ് ആണ്. ഇത് പരത്തി 1 കപ്പ് മാവിന് അല്ലെങ്കിൽ 1/2 കപ്പിന് 2ആയിട്ട് വെച്ച് കുറച്ച്, ഒത്തിരി തിക്കും പാടില്ല, ഒത്തിരി തിന്നും പാടില്ല, മീഡിയം സൈസ്. അങ്ങനെ പരത്തി കഴിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തേക്കുന്ന ഡയമണ്ട് ഷേപ്പിലാണ്. ഞാൻ കട്ട് ചെയ്ത ഡയമണ്ട് ഷേപ്പാണ്. അങ്ങനെ അടിപൊളി. സ്ക്വയറോ എന്താ സ്ട്രിപ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുഴച്ച് വെക്കുക, കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പരിപ്പിലേക്ക് മസാല ഇടണം. മസാല ഇടാനായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് 1 സവാള ചെറുതായി അരിഞ്ഞത്, ഉള്ളി, പച്ചമുളക് പേസ്റ്റ്, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, കപ്പിന് വേണ്ടിയാണ്. എന്നിട്ട് അത് സോട്ടേ ചെയ്തിട്ട് അതിലേക്ക് 1 തക്കാളി, ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് വഴറ്റി എണ്ണ തെളിയുമ്പോൾ മഞ്ഞപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് വഴറ്റുക. ഈ പരിപ്പ് വെന്തിരിക്കുകയാണല്ലോ, ആ പരിപ്പിലേക്ക് 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഈ ഡോക്ലി നമ്മൾ പരത്തി മുറിച്ച് വെച്ചില്ലേ, അത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിടണം. അപ്പൊ അത് അതിൽ കിടന്ന് വേവും. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വെച്ചാല് തണുത്ത ഇതിലേക്ക് ഇട്ടാൽ ഇത് ഒട്ടിപ്പിടിക്കും, തിളച്ചതിലേക്ക് ഇട്ടാൽ ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് അതൊരു 3-4 മിനിറ്റ് നല്ലപോലെ വേവിക്കണം. വെള്ളം കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എത്ര കൺസിസ്റ്റൻസി വേണോ അതുപോലെ
ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വഴറ്റി വെച്ച മസാല ലാസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുക. ഈ ഉള്ളി, സവാള, തക്കാളി അതെല്ലാം ഇട്ടിട്ട് ഇളക്കി അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാൽ ധോക്ലി റെഡിയായി. അങ്ങനെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെ കഴിക്കുക. അതിന്റെ കൂടെ എന്തെങ്കിലും ഇതേപോലെ വല്ല ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതോ പിന്നെ ഈ ലാവാസ് എന്നൊക്കെ പറഞ്ഞ് മൈദ ഇങ്ങനെ ആയിട്ടുള്ള കിട്ടും, ഈ സൂപ്പിന്റെ കഴിക്കുന്നത്, അതൊക്കെ വെച്ച് കഴിക്കാം. ഓക്കെ, അടിപൊളി. ഞാൻ അടുത്തത് പുഡിംഗ്. പുഡിങ്ങിനൊന്നും ഇല്ല. ഇത് വന്നിട്ട് ഞാൻ പറയാം, കറക്റ്റ് മെഷർമെന്റ് പറയാം. പാല് 1/2 ലിറ്റർ പാല്, 6 ബ്രെഡ് സ്ലൈസ്, 6 ബ്രെഡ് സ്ലൈസ്, പഞ്ചസാര 1/2 കപ്പ് കാരമലൈസ് ചെയ്യാൻ. വെറുതെ 1/2 കപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. പതുക്കെ സിമ്മിൽ വെച്ചിട്ട് കാരമലൈസ് ചെയ്ത് കളറ് വരുമ്പോ നല്ലപോലെ ഇളക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനത്തെ പാത്രത്തിലാണ് സെറ്റ് ചെയ്ത്. ഓക്കെ, നമ്മള് ഓവനിൽ വെക്കുന്ന പോലത്തെ അല്ലേ? മനസ്സിലായി. അലൂമിനിയം പാത്രമാണ് ബെസ്റ്റ്, അതിൽ നല്ലപോലെ പിടിക്കും ഈ നമ്മുടെ ഈ കാരമല്. പിന്നെ വന്നിട്ട് ബ്രെഡ് 6 സ്ലൈസ് സൈഡൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ പൊടിച്ചു വെക്കുക മിക്സിയില്. പിന്നെ വന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര 1/2 കപ്പിന് താഴെ മതി, മധുരം കൂടുതൽ വേണ്ടവര് 1/2 കപ്പ് ഇടുക. നല്ലപോലെ തിളച്ചോണ്ടിരിക്കുമ്പോ 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡർ, 1/2 കപ്പ് പാലിൽ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ല തിക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പൊടിച്ചു വെച്ച ബ്രെഡ് കുറേശ്ശെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല തിക്കാവും. തിക്കായി കഴിഞ്ഞതിന് ശേഷം ഈ കാരമലൈസ് ചെയ്തതിന്റെ അതിലേക്ക് ഇടുക, നല്ലപോലെ ലെവൽ ചെയ്യുക. ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്യുക. 10 മിനിറ്റ് ഫ്ലെയിമില്, ബാക്കി ഒരു മീഡിയം ഫ്ലെയിമില് ചെയ്ത് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ സെറ്റ് ചെയ്ത് അത് നല്ലപോലെ സെറ്റ് ആയിക്കോളും. എന്നിട്ട് ആക്കുക, മുറിക്കുക, കഴിക്കുക. അടിപൊളി. ഓക്കെ ആന്റി, അടിപൊളി, സൂപ്പർ. എല്ലാം കവറായി. ഇനി ആരെ ടേസ്റ്റ് ചെയ്യാൻ വരുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. പറഞ്ഞിട്ടുണ്ട് വരാനൊക്കെ വരുമോ നോക്കട്ടെ കേട്ടാ. ഓക്കെ. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഇന്ദിരാന്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട് വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഡിഷുകൾ. ആദ്യത്തെ ഡിഷ് എല്ലാം ഒന്നും പറയാനായിട്ടില്ല, അത്രയ്ക്കും അടിപൊളി സൂപ്പർ ആയിട്ടാണ് ഡിഷ് പ്രസന്റ് ചെയ്തതും നമുക്കായിട്ട് ആ ഡിഷ് കൊണ്ടുവന്നതും. എന്തായാലും താങ്ക് യു ഇന്ദിരാന്റി, താങ്ക് യു ഫോർ ദി ഡിഷസ് ആൻഡ് അടുത്ത വീക്കിൽ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ അല്ലേ? അറിയാത്തൊരു ഡിഷൊക്കെ എനിക്കറിയാമെങ്കിൽ പറഞ്ഞു സന്തോഷല്ലേ. അതെ. എന്തായാലും ഓരോ വീക്കിലും ഓരോ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഓരോ ചൊവ്വാഴ്ചക്കായിട്ട് ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല നല്ല ഡിഷ് കാണാനായിട്ട്. ഹലോ ആന്റി, ഹായ്. അപ്പൊ ആന്റിക്കാണ് എല്ലാം ടേസ്റ്റ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയാം. കോളിഫ്ലവർ കൊടുത്തേ ബ്രെഡിന്റെ കൂടെ. ആ ബ്രെഡ് ആന്റി റോസ്റ്റ് ചെയ്തതുപോലെ ടോസ്റ്റ് ചെയ്തതുപോലെ വെച്ചിരിക്കുകയാണ്. ടോസ്റ്റ് ചെയ്തായിരുന്നു. സൂപ്പർ അല്ലേ? അടിപൊളി. കണ്ടാലേ അറിയാം, അതെനിക്ക് എന്റെ മനസ്സിൽ അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട്. അത് 1 pot ഡിഷ് അല്ലേ, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാമല്ലോ. അതില് ചപ്പാത്തി ഇതല്ലേ വരണേ, ആ ചപ്പാത്തി അല്ല ആട്ട അല്ലേ വരണേ. സൂപ്പർ. ഓക്കെ, അടുത്തതാണ് ഇനി മെയിൻ ഐറ്റം അല്ലേ ആന്റി? അതെ, നമുക്ക് ആഗ്രഹമുണ്ട് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്, പക്ഷെ പറ്റണില്ലെന്ന് മാത്രം. അതെ, ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം പറയാനായിട്ട്. അലിഞ്ഞുപോയി, വായിലിട്ട് അലിഞ്ഞുപോയി. അതെ. അങ്ങോട്ട് പോണേന്. എനിക്കാണെങ്കിൽ എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എന്താ ചെയ്യാ. ഏറ്റവും കൂടുതൽ ഭാഗ്യം എനിക്കാ.
അതെ അതെ, നമുക്ക് കാണാമല്ലോ എല്ലാ ദിവസവും. എല്ലാ ദിവസവും ടേസ്റ്റ് ചെയ്യാനേ ഞാനാ. അതെ അതെ, ലക്കി ആന്റി. എന്ത് വെച്ചാലും ടേസ്റ്റ് ചെയ്യണ ഞാനാ. ഓക്കെ ആന്റി, എന്തായാലും താങ്ക് യു. ഞാൻ ചിലപ്പോ ഓർഡർ ഒക്കെ ഉണ്ടാവേ, കുറയാനൊന്നും പാടില്ല. അപ്പൊ ഞാൻ പറയും ഒരാളും കൂടി ടേസ്റ്റ് ചെയ്യണം, നല്ലത് തന്നെ. അപ്പൊ എല്ലാം കൊടുക്കും. അതെ അതെ, നല്ല ആന്റിയുടെ ഭാഗ്യം. എന്തായാലും താങ്ക് യു ആന്റി, നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ ജോയിൻ ചെയ്തതിൽ ഇന്ന്. ഓക്കെ, ബൈ ബൈ ആന്റി. അപ്പൊ ഇന്ദിര ആന്റി എന്താ പറയണ്ടേ, എല്ലാം അടിപൊളി, ഒന്നിനൊന്ന് വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സൂപ്പർ ഡിഷുകളായിരുന്നു. അപ്പൊ താങ്ക് യു ഇന്ദിര ആന്റി, താങ്ക് യു ഫോർ ദി ഡിഷസ് ആന്റി. അപ്പൊ നമ്മുടെ ആന്റിമാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഇതിനകത്ത് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇന്ദിര ആന്റി, ഓക്കെ. ശാന്ത ആന്റി. ആ കറിയില് ചപ്പാത്തി പരത്തണില്ലേ, ആ മാവ് കുഴക്കുമ്പോ എന്തൊക്കെ ആഡ് ചെയ്യണ്ട്? 1 കപ്പിന് 1 ടേബിൾ സ്പൂൺ കടലമാവ്. പിന്നെ അജ്വീന അറിയാലോ ശാന്തക്ക്? പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, എണ്ണ. 1 എണ്ണ വേണം? 1 ടീസ്പൂൺ മതി. അപ്പൊ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യണത് അല്ലേ? ഗോതമ്പ് പൊടിക്ക്. അത് നല്ലപോലെ കുഴക്കുക സോഫ്റ്റ് ആയിട്ട്. ചപ്പാത്തിയുടെ അത്രയും ലൂസ് വേണ്ട, കുറച്ച്. എന്നാ പൂരിയുടെ അത്ര ഹാർഡും പാടില്ല. മുളക് പൊടിയും മുളകൊന്നും വേണ്ട അല്ലെ? മസാലയും മുളകൊന്നും വേണ്ട? മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം. പരിപ്പിനുള്ള ഇങ്ങനെ സോഫ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് ചപ്പാത്തിയുടെ അത്ര കനം കുറച്ചിട്ടാണോ പരത്തുക? അത്ര കനം കുറയ്ക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം. എന്നാ അത്ര തിക്കും പാടില്ല. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പില് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് പരിപ്പിൽ ഇടുന്ന സമയത്ത് പരിപ്പിൽ വെള്ളം വേണം, തിളച്ചുകൊണ്ടിരിക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഇതിലേക്ക് വേണം ഇടാൻ. അത് ശരിക്കും അതന്നെ ഒരു ഡിഷായിട്ട് കഴിക്കാം, വേറെ ഒന്നുമില്ല. 1 പോട്ട് ഡിഷാണ് ഇത്. കഴിക്കാം. നന്നായിട്ടുണ്ട്. ഗുജറാത്തിന്റെ ഫേമസ് ഡിഷാണ് ദാൽ ഢോക്ലി. എനിക്കറിയാത്തൊരു ഡിഷാണ്. ആണോ? ഇത് ഫേമസ് ആണ് ഗുജറാത്തിലെ. ഞാൻ പക്ഷെ കൊച്ചിയിലായതുകൊണ്ട് എനിക്ക് നൈബേഴ്സ് ഒക്കെ ഗുജറാത്തിൽ നിന്ന്. അപ്പൊ ചെറുപ്പം മുതലേ ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പഠിച്ചത്. 4 വർഷം പോർബന്തറിലായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എല്ലാം പഠിച്ചത് അങ്ങനെയാണ്. ഓക്കെ ശാന്ത ആന്റി, താങ്ക് യു ആന്റി. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അടുത്ത ഉഷാസി ആന്റി. ചേച്ചി പറയൂ. അത് നമ്മള് പുഡിംഗ് ഉണ്ടാക്കുമ്പോഴേ അത് ബ്രെഡ് പൊടിക്കാൻ പറഞ്ഞില്ലേ, അത് വറുത്തിട്ടാണോ പൊടിക്കുന്നത് അല്ലാതെയാണോ പൊടിക്കുന്നത്? ബ്രെഡ് തന്നെ, ഫ്രഷ് ബ്രെഡ്. സൈഡൊക്കെ കളഞ്ഞിട്ട്, ആ ബ്രൗൺ പാർട്സ് ഒക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിക്കുക. ഓക്കെ ചേച്ചി, താങ്ക് യു. നന്നായിട്ടുണ്ടായിരുന്നു. എളുപ്പത്തിൽ ഉണ്ടാക്കാതെ. എന്താ അറിയോ, അതെന്താ പറയാ, മുട്ട എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ മുട്ട ചേർക്കാത്തൊരു പുഡിംഗ് ഇപ്പഴാ കിട്ടിയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഉഷ ആന്റി. അടുത്ത വസന്തകുമാരി ആന്റി. ഹലോ, പറയൂ. വൈറ്റ് സോസ് ഒന്നുകൂടെ പറയാം. വൈറ്റ് സോസ് ഞാൻ ഉപയോഗിച്ചത് 2 ടീസ്പൂൺ ഓട്സ്. ഇത് പൊടിച്ചാൽ മതി കേട്ടോ, വറക്കൊന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മള് ബട്ടറും എണ്ണ ഇട്ടിട്ട് അതിനെ ഒന്ന് സോട്ടേ ചെയ്യുന്നുണ്ട്. എങ്ങനെ 1 ടേബിൾ സ്പൂൺ മൈദ. ഓട്സ് ഇല്ലെങ്കിൽ മൈദ. 1/2 ലിറ്റർ പാല്, 2 കപ്പ് ഫുള്ള് പാല് വേണം. ആദ്യം ഇത് സോട്ടേ ചെയ്തിട്ട് തീ കുറച്ചിട്ട് കുറേശ്ശെ തിളച്ച പാല് വേണമെന്നൊന്നുമില്ല, സാധാരണ പാക്കറ്റ് പൊട്ടിച്ച പാല് മതി. കുറേശ്ശെ ഒഴിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഈ ഓട്സിന്റെ പൊടി ഇടുക, ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് സോട്ടേ ചെയ്യാം. സോട്ടേ ചെയ്യുമ്പോ ഇങ്ങനെ പതഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും. കളർ മാറരുത് കേട്ടോ. അതിലേക്ക് ഈ പാലൊഴിക്കാം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കട്ടയായി വരും. കട്ടയെന്ന് വെച്ചാല് ഒരു സെമി ലിക്വിഡ് പോലെ നല്ല കട്ടയായിട്ട് വരും. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഓറിഗാനോ ഓപ്ഷണൽ ആണ്, പക്ഷെ ചില്ലി ഫ്ലേക്സ്
ആ എന്നിട്ട് ഇത് ഈ കോളിഫ്ലവർ വഴറ്റി വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഓ ശരി ശരി. പിന്നെ ഒന്നുകൂടി ഉണ്ട്. ഈ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ തിളയ്ക്കുന്ന ദാലിലേക്ക് ഇട്ടില്ലേ, അത് പരിപ്പില്ലോ അത് വേവില്ലേ അത്? ഒരു 2-3 മിനിറ്റ് നല്ല പോലെ തിളച്ചാൽ മതി. തിളച്ചു കഴിഞ്ഞ് വെള്ളം കുറച്ച് ലൂസായിട്ട് വെക്കണം. എന്ന് വെച്ചാൽ ഇരുന്ന്